അൽഹംദുലില്ലാ, ഒന്നാമത്തെ ചോദ്യം അസ്ഥാനത്താണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. നിങ്ങളെ കണ്ട അടുത്ത ചോദ്യം മാറ്റിത്തരപ്പോ കേട്ടോ, കളി നടക്കണം കേട്ടോ. നല്ല കഥ. എന്നിട്ട് പറയണേ പുതിയ ആൾ വന്നില്ലേന്ന്. നിങ്ങളിൽ വേറെ ആൾ വരാത്ത നേടിക്കാൻ കഴിയാത്തോണ്ടാണ്. ഞങ്ങളില് ഈ വരിയല്ല, ലാസ്റ്റ് വരിയിലെ കുട്ടികൾ വരെ നിങ്ങളോട് സമ്മാനം നടത്താൻ ഒരുക്കാണ്. നിങ്ങൾ റെഡിയാണോ? ഞങ്ങളെ കുട്ടികളൊക്കെ തരാം ആണോ? അതൊന്നും പറയണ പോലെ ആ വക തിരികെടുക്കും നിൽക്കണ്ട, അതൊക്കെ അവിടെ നിർത്തിവെച്ചല്ല. പിന്നെ ഞങ്ങൾ ചോദിച്ചതിനെ കുറിച്ച്, ഞങ്ങളിവിടെ പറഞ്ഞതിനെ കുറിച്ച് മുണ്ടിയില്ല. എന്തേ അനീഫകളുടെ വേർപ്പമുണ്ടാത്തേ? എന്തേ KP അബ്ദുൽ കലാമിന്റെ കുപ്പായത്തെ കുറിച്ച് മുണ്ടാത്തേ? ഞങ്ങൾ ചോദിച്ചല്ലോ. സാധാരണക്കാരായ പാവങ്ങളാളുകൾ ഇപ്പൊ വിഷമം തുടങ്ങി. ഞങ്ങളെ ചോദ്യവുമായി, ഞങ്ങളെ വാദവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ കഴിഞ്ഞ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ഈ രണ്ടാമത്തെ ചോദ്യം എന്താ അറിയോ? ഇങ്ങനെ രണ്ടെണ്ണുണ്ടോ? അതിന് വേറെ വ്യവസ്ഥ എടുക്കോളി. രണ്ടെണ്ണം ഉണ്ടാക്കാൻ ഞങ്ങളെ വാദം വെക്ക്, വാദത്തെ ചർച്ച ചെയ്യും. ഞങ്ങൾ ഈ വാദം എഴുതാൻ കാരണം എന്താ അറിയോ? ഞങ്ങൾ പറഞ്ഞു, നിങ്ങളെ പുസ്തകം തിരിച്ചു. ഈ പുസ്തകത്തിൽ പറഞ്ഞു ഇതാണ് പ്രാർത്ഥന. അതന്നെയാണ് നിങ്ങൾ എഴുതിയ പ്രാർത്ഥന. അതാണ് നിങ്ങളും പ്രാർത്ഥന എഴുതിയത്. നിങ്ങൾ പ്രാർത്ഥന എഴുതി. ആ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങളെ കുഞ്ഞീത് മതിനെഴുതി. അതിന് ഞങ്ങളിവിടെ തെളിവ് തിരിച്ചു. ആ തെളിവിനെ ക്രോസ് ചെയ്യാൻ കഴിഞ്ഞില്ല, തൊടാൻ കഴിഞ്ഞില്ല, മിണ്ടാൻ കഴിഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് കഴിയില്ല. അപ്പൊ ചോദിക്കാണ്, കഴിവ് രണ്ടെണ്ണുണ്ടോ? അടുത്ത വ്യവസ്ഥയിക്കോ കഴിവ് രണ്ടുണ്ടോ മൂന്നുണ്ടോ ഒക്കെ ഞങ്ങൾ തെളിയിച്ചു തരാം. നിങ്ങളെ പുസ്തകത്തിലുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതല്ല, നിങ്ങൾ പറയൂ. അദൃശ്യവും അബൗദ്ധികവുമായ മാർഗത്തിൽ മഹാന്മാരിന് ഗുണം പ്രതീക്ഷിക്കുന്നതും അവരോട് സഹായം ചോദിക്കുന്നതും തൗഹീദിനെതിരല്ല എന്ന് നിങ്ങൾ എഴുതിയ വാദം ശരിയാണ്. നിങ്ങൾ പറയൂ. അപ്പൊ ഞങ്ങൾ ചർച്ച ചെയ്യാ. രണ്ടുണ്ടോ മൂന്നുണ്ടോ ഒക്കെ. അപ്പൊ ജിന്നുകളെ കഴിവും അത് മനുഷ്യന്റെ കഴിവാണോ? മലക്കുകളുടെ കഴിവും അത് മനുഷ്യന്റെ കഴിവാണോ? മനുഷ്യന്റെ കഴിവ് രണ്ടെണ്ണുണ്ടോ മൂന്നെണ്ണുണ്ടോ ഒക്കെ തെളിയിച്ചു തരാം. ഞങ്ങളിവിടെ എഴുതിയൊരു വാദമുണ്ട്. ആ വാദത്തിൽ നിന്ന് ചോദിക്കാൻ ഒരു ചോദ്യമെങ്കിലും എന്റെ പ്രിയപ്പെട്ട അരീഫ് മൗലവി നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് കഴിഞ്ഞില്ലല്ലോ. ഞങ്ങൾ പറയുന്നു, ഞങ്ങളെ വിഷയമെന്താ? നിങ്ങളെ കുഞ്ഞീത് മുതൽ എഴുതി എന്ത്? അബൗദ്ധികമായ മാർഗത്തിലൂടെ, അല്ലെ, അസാധാരണ മാർഗത്തിലൂടെ പല ശൈലി മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ശൈലി തന്നെ ആവണ്ട, ശൈലി ഒന്നുകൂടി മാറ്റി പറഞ്ഞാൽ മറഞ്ഞ വഴിക്ക് ഒരു ഉപകാരം നേടാനുള്ള ആഗ്രഹമാണ് പ്രാർത്ഥന. നിങ്ങൾ പറഞ്ഞില്ലേ ആ പ്രാർത്ഥന ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്, അത്തരം പ്രാർത്ഥനകൾ ശിർക്കാണ്. അതിനാ ഞങ്ങൾ തെളിവ് തിരിച്ചത്. ഹാദിഹി ജുബ്ബത്തു റസൂലില്ലാഹ്. എവിടെ? ഞാൻ ചോദിച്ചല്ലോ. റസൂലുള്ളാഹിന്റെ ജുബ്ബ കൊണ്ട് സഹാബത്ത് ബർക്കത്തെടുത്തതുപോലെ മരണപ്പെട്ടു പോയ AP അബ്ദുൽ കലാം ഇവിടെ കുപ്പായം കൊണ്ട് ബർക്കത്തെടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് സാധിക്കോ? ഞങ്ങൾ ചോദിച്ചു. വേർപ്പ് കൊണ്ട് ബർക്കത്തെടുത്തു. നിങ്ങൾ എന്തേ ഉണ്ടാത്തത്? വേർപ്പ് കൊണ്ട് ബർക്കത്തെടുത്തു. എന്നിട്ട് മുപ്പര് ചൂടാകെ ലാസ്റ്റ് ഇളകും. ഞങ്ങൾക്കറിയാം ഇളകും. ഇതൊക്കെ കാണുമ്പോ ഇളക്കം വരും. പാവങ്ങളായ മുജാഹിദ് സഹോദരന്മാരുടെ അവസ്ഥ കാണുമ്പോ നമുക്ക് പാവം തോന്നുന്നു. അടുത്തത് ഞങ്ങൾ പറഞ്ഞു. അടുത്തത് ഞങ്ങൾ പറഞ്ഞു. എന്ത്? പുണ്യനബിയോട് പറഞ്ഞു, നബിയേ അസ്അലുക യാ റസൂലല്ലാഹ്. നബിയോട് ചോദിക്കുകയാണ്, പുണ്യനബിയേ, നബിയേ യാ റസൂലല്ലാഹ്. ഇനി പാടി ചോദിക്കും, പുണ്യനബിയേ എന്ന് പറഞ്ഞോന്ന്. അസ്അലുക, അത് മുത്തനബിയോട് സ്നേഹമുള്ളവർ, അതുമുള്ളവർ, ബഹുമാനമുള്ളവർ അങ്ങനെയാണ് ഉപയോഗിക്കുക. പുണ്യനബിയോട് പറഞ്ഞ നബിയേ ഷഫാഅത്തിന്റെ ഹലുകാരിൽ അങ്ങ് ഷഫാഅത്ത് ചെയ്യുന്നവരിൽ എന്നെയും ഉൾപ്പെടുത്തണം, എന്നെയും ആക്കണം. അതിനെക്കുറിച്ച് എന്തേ ഉണ്ടാത്തത്? കഴിയില്ല, നിങ്ങൾക്ക് മുണ്ടാൻ കഴിയില്ല. സഹോദരന്മാരെ, റൗണ്ട് കഴിയാൻ പോയി. ഒന്ന് പറയൂ, നിങ്ങളിന്ന് വല്ലതും പ്രതീക്ഷിച്ചിട്ടാണ് ഈ സാധുക്കൾ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ എന്ന് മാത്രമല്ല, ലോകത്തിന്റെ അഷ്ടദിക്കിലൂടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമുകളുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കാത്തിരിക്കുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യമെങ്കിലും വരാൻ. വിഷയം നിങ്ങൾ പഠിക്കണം, ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അദൃശ്യവും അഭൗതികവുമായ മാർഗത്തിൽ മഹാന്മാരിന് ഗുണം പ്രതീക്ഷിക്കുന്നതും അവരോട് സഹായം ചോദിക്കുന്നതും തൗഹീദിനെതിരല്ല. ആദ്യത്തെ ചോദ്യം അസ്ഥാനത്താണെന്ന് ബോധ്യപ്പെട്ടു, വിട്ടുകളഞ്ഞു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നു. രണ്ടാമത്തെ ഞങ്ങൾ പറഞ്ഞു ഈ വാദവുമായിട്ട് ബന്ധമില്ല. കാരണം ഞങ്ങൾ വാദം എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ പുസ്തകത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. അത് നിങ്ങൾ തീരുമാനിച്ചോളി, രണ്ടുണ്ടോ മൂന്നുണ്ടോ നാലുണ്ടോ എത്ര ഉണ്ട് എന്നുള്ളത്. അതല്ല, ഞങ്ങൾക്ക് ആ വിഷയത്തിൽ എന്ത് കാഴ്ചപ്പാടെന്ന് അറിയണമെങ്കിൽ അടുത്ത വ്യവസ്ഥയ്ക്കിരുന്നോ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അപ്പൊ പറയും രണ്ടുണ്ടോ മൂന്നുണ്ടോ ഒന്നെണ്ണോ പറയാം. അതൊക്കെ വാദപ്രതിവാദത്തിന് എന്ത് പറയണമെന്ന് ആലോചിക്കുമ്പോ പറയേണ്ടതാണ്. നിങ്ങൾ കൂടിയാലോചിച്ചിട്ട് വന്നിട്ട് പറഞ്ഞാൽ മതി. നിങ്ങളവിടെ മനുഷ്യ കഴിവ് പറഞ്ഞത് ഞാൻ ഉണ്ടാക്കി തേച്ചതല്ല.
നിങ്ങളുടെ ഈ തേട്ടം ശിർക്കല്ല എന്നത് തെളിയിക്കാൻ നിങ്ങൾ പറഞ്ഞ ന്യായമാണ് മനുഷ്യ കഴിവ്. ഞാൻ പറഞ്ഞതാ, മനുഷ്യ കഴിവ് നിങ്ങളാണ് പറഞ്ഞത്. നിങ്ങളുടെ ഈ തേട്ടം ശിർക്കല്ല എന്ന് തെളിയിക്കാൻ ഞങ്ങളുടെ വാദത്തിനതില്ല. നിങ്ങളുടെ വാദത്തെ പറ്റി മാത്രം ചോദ്യം. നിങ്ങളുടെ വാദം തെളിയിക്കാൻ നിങ്ങൾ പറഞ്ഞ വസ്തുതകളെ പറ്റിയും ചോദ്യമുണ്ട്. മൂപ്പര് കുറച്ച് ചോദ്യം പഠിച്ചു വന്നത് അത് നമ്മൾ ചോദിക്കണം. എന്നിട്ട് അതിന് മൂപ്പര് ഉത്തരം പറയും. മറ്റയാള് വന്നപ്പോ ഇയാൾ വിചാരിച്ചെന്തോ വലിയ പുതിയ പറയുന്നുണ്ടെന്നാ പറഞ്ഞു കുടുങ്ങി മറ്റയാള്. വീണ്ടും മനുഷ്യ കഴിവ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം അസ്ഥാനത്ത് നിന്നാ. അസ്ഥാനത്തല്ല, മർമ്മസ്ഥാനത്താ ഒന്നാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം മർമ്മസ്ഥാനത്ത് വിട്ടിട്ടില്ല, വിടില്ല. എന്താ കാര്യം? ഞങ്ങൾ ഓതിയ മുഴുവൻ ആയത്തുകളും ശരിയാണ് എന്ന് തെളിയിക്കുന്ന ഞങ്ങളുടെ വാദമാണത്. അതാ കാസിമി എഴുതിയത്. അതിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ചോദിച്ചത് ഞങ്ങളുടെ വാദത്തെ ഖണ്ഡിക്കാൻ നിങ്ങൾ പറഞ്ഞ ന്യായത്തിനെതിരെയുള്ള മറുപടി. അപ്പൊ എന്റെ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ഈ ആളുകൾക്കെതിരെ ഏത് ആയത്തോടും. രണ്ടാമത്തെ ചോദ്യം, മനുഷ്യ കഴിവ് അപ്പുറം ഇപ്പുറം അങ്ങനെ ഒന്ന് ഉണ്ടോ? മൂന്നാമത്തെ ചോദ്യം, അത് എരന്ന് വാങ്ങിയതാ ഞങ്ങള്. ഞാൻ വായിച്ചതല്ല, എരന്ന് വാങ്ങിയതാ. കുറെ കാലം കാഫിർ, കുറെ കാലം മുശ്രിക്ക്, കുറെ ആൾ മുശ്രിക്ക്, കുറെ ആൾ കാഫിർ. ആരാ മുശ്രിക്ക്, ആരാ കാഫിർ? എന്താ ആയത്ത്? ഏതാ ആയത്ത്? ഞാനല്ല പറഞ്ഞു, നിങ്ങൾ പറഞ്ഞില്ലേ. ഇപ്പുറപ്പിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിതെടുത്ത് വായിച്ചത്. പഴയ വാദപ്രതിവാദങ്ങളൊക്കെ ഒന്ന് കേട്ടോക്കുന്നത് നല്ലതാ. നിങ്ങളെക്കാൾ വലിയ കൊമ്പന്മാര് വന്നിട്ട് ഉണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല. പിന്നല്ലേ നിങ്ങൾ മിണ്ടുന്നത്? അപ്പോ കൂറ്റനാട് മുസ്ലിയാർ ചെയ്തത് സത്യനിഷേധമാണെന്നതിന് ഇതിൽ പരം തെളിവ് ആവശ്യമില്ല. ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് KV കാഫിറായത്? 3 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തേത് മർമ്മസ്ഥാനത്ത് നിൽക്കുന്നു. രണ്ടാമത്തേത് നിങ്ങൾ പറഞ്ഞ ന്യായം. നിങ്ങളെ പറഞ്ഞ മനുഷ്യ കഴിവ്. ഞാൻ പറഞ്ഞതാ. അവിടെയുള്ള സാധാരണക്കാരി ചിന്തിക്ക്. മനുഷ്യ കഴിവ് പറഞ്ഞതാര്? അയാളാ പറഞ്ഞത്. അയാളുടെ വാദത്തിന് തെളിവായി. അവിടെ നിന്ന എന്റെ ചോദ്യം, അങ്ങനെ കഴിവ് ഉണ്ടോ ഇല്ലേ? മനുഷ്യ കഴിവിനപ്പുറം ഇപ്പുറം ഉണ്ടോ ഇല്ലേ? നിങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ വാദത്തിന് ന്യായമായി നിങ്ങൾ പറഞ്ഞു. അതിലാ എന്റെ ചോദ്യം. മൂന്നാമത്തേത് ഇത്. 3 ചോദ്യവും നിലനിൽക്കുന്നു. എന്നിട്ട് മൂപ്പര് കുറെ ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളെ ചോദ്യമല്ല. അപ്പൊ പറഞ്ഞു അത് ഇസ്തിഫാമാ, കിതാബ് ഓതിയില്ല. എന്നിട്ട് ഇപ്പൊ ചോദിക്കുക എന്നോട്, എന്തേ മിണ്ടാത്തത്? ഞാൻ മിണ്ടത് അത് നിങ്ങളൊരു ചോദ്യമല്ലേ? ഞാൻ മറുപടി പറയാനാണെങ്കിൽ അതിന്റെ അവസരമല്ല ഇത്. അയാൾ ചോദിക്കാം, ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ ചോദിച്ചില്ലേ, എന്താ മിണ്ടാത്തത്? നിങ്ങൾ ചോദിച്ചതിന് മിണ്ടാനുള്ള സമയമല്ല ഇത്. എന്റെ ചോദ്യം ചോദിച്ച് നിങ്ങളെ കൊടുക്കാനുള്ള സമയമാണ്. 3 ചോദ്യത്തിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. ഈ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇലായോടിയാമ നിങ്ങൾക്ക് കഴിയില്ല. എന്താ അറിയോ? ജനങ്ങളെ വൈകാരികമായി ചൂഷണം ചെയ്ത താങ്കള്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവരെയും കാഫിറാക്കി, എല്ലാവരെയും മുശ്രിക്കാക്കി. ഈക്കേനെ കാഫിറാക്കിയതിന് ഒരു വേദനയില്ല, KVനെ കാഫിറാക്കിയതിന് ഒരു വേദനയില്ല. എന്നിട്ടോ എല്ലാവരെയും കാഫിറാക്കി. അതിനാ ഇത് തെളിവ് ധരിച്ചത്. നിങ്ങളുടെ സംസാരത്തിൽ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞേനാ ചോദ്യം. ഞാൻ ഉണ്ടാക്കി ചോദിച്ചതല്ല. നിങ്ങൾ ഇങ്ങനെ പണ്ടെവിടെയോ പറയുന്നത് കേട്ടിരുന്നല്ലോ എന്നല്ല ഇവിടെ പറഞ്ഞത്. ഇവിടെ ചോദിച്ചു, ഇവിടെ തീർത്ത് നിങ്ങൾ ഇവിടെ ശരിയാക്കും. വേറെ കത്തിക്കണമെന്നൊന്നുമില്ല. ഇവിടെ തന്നെയാണ് നിങ്ങളെ തുടക്കം, നിങ്ങളെ ഒടുക്കം ഇവിടെ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് മുജാഹിദുകൾ ആരാ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. നിങ്ങള് ഈ ചെറിയ ഈ ആദർശത്തിൽ നിന്നൊരു ചെറിയ വിഭാഗം പുറത്തുപോയി ഓരോട് വാദപ്രതിവാദം നടത്തിയ ഹുങ്കുമുണ്ടായി ഞങ്ങളോട് വന്നത്. ഇത് ആദർശമാണ് കൂട്ടരെ. ഏതായാലും മൂപ്പർക്ക് ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി കിട്ടിയേക്കിനെ മൂപ്പര് പിന്നെ പറയാ. ഞങ്ങൾ പറഞ്ഞു ഇവിടെ ശിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിനെ കുറിച്ച് എന്ത് ആയത്ത ഓതാന്ന് അയാൾ ചോദിച്ചത്. ഞാൻ പറഞ്ഞു മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്വഹാബത്ത് ബറക്കത്ത് പ്രതീക്ഷിച്ചത് ശിർക്കിന്റെ കേന്ദ്രമാണെന്ന് നിങ്ങൾ സ്ഥാപിച്ചാൽ അപ്പൊ ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചുള്ള വിശദീകരണം വരും. അത് ശിർക്കിന്റെ കേന്ദ്രമാണോ? അപ്പൊ അയാൾ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കൽ ശിർക്കാണ്, അതുപോലെ ആദം നബി അലൈഹി ഇസ്ലാമിനെ വിളിക്കൽ ശിർക്കാണ്. ആര് പറഞ്ഞു അത് ശിർക്കാണ്? നിങ്ങളെ സ്വന്തം വാദമല്ലാതെ ആരാ പറഞ്ഞത് ശിർക്കാണെന്നുള്ളത്?
നിങ്ങളുടെ നാവ് കൊണ്ട് ഒരു വാദം ഉണ്ടാക്കുക. എന്താ? അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കൽ ശിർക്കാണ്, റസൂലേ എന്ന് വിളിക്കൽ ശിർക്കാണ്. ഞങ്ങൾ പറഞ്ഞു, അസ്അലുക നബിയെ, അങ്ങയോട് ഞാൻ ചോദിക്കുന്നു, അൻതജഅലനി, അങ്ങ് എന്നെ ആക്കാൻ, എന്താക്കാൻ, മിമ്മൻ, ഒരുത്തരിൽപ്പെട്ട, ഇബാറത്ത് തിരിയുന്ന വല്ല ആൾക്കാരും ആ കൂട്ടത്തിലുണ്ടോ? എന്നാൽ ശ്രദ്ധിച്ചോ, മിമ്മൻ, ഒരുത്തരിൽപ്പെട്ട. എങ്ങനെ? തശ്ഫഉ ലഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നബിയെ അങ്ങ് ശഫാഅത്ത് ചെയ്യുന്ന ആളുകളിൽ അങ്ങ് എന്നെ ആക്കണമെന്ന് ചോദിക്കുന്നു. എന്തേ അതിനെക്കുറിച്ചൊന്നും മറുപടി പറയാത്തത്? അങ്ങനെ ചോദിച്ച റസൂലുള്ള ശിർക്കിന്റെ കേന്ദ്രമാണോ? ശിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന വിഷയത്തെ പറ്റിയുള്ള വരി അല്ല, മഹാന്മാരെ വിളിക്കലും മഹാന്മാരുടെ ഗുണം പ്രതീക്ഷിക്കലും, അതാണ് ചർച്ച. അതിനെപ്പറ്റിയാ ചോദിക്കേണ്ടത്, ആ ചോദ്യമാ ചോദിക്കേണ്ടത്. പിന്നെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? കാരണം ജിന്ന് അപ്പുറത്ത് ജിന്ന് ഇപ്പുറത്ത് ഇൻസോബത് ജോയിന്റ് ആണില്ല, അപ്പോഴുള്ള ആ പ്രയാസം. എന്നിട്ട് അവർ ഖുർആൻ പരിഭാഷയിലേക്ക് ഇറക്കുക. ഖുർആൻ പരിഭാഷയുമായി ബന്ധപ്പെട്ട സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ അടുത്ത സെഷനിൽ വ്യവസ്ഥ ചെയ്തോ, അപ്പോൾ അതിനെപ്പറ്റി പറയും ഇൻഷാ അല്ലാഹ്. ഖുർആൻ പരിഭാഷന്റെ കാര്യം ഇപ്പൊ പറയുന്നത് ഇൻഷാ അല്ലാഹ്, അത് മറ്റൊരു സംവാദം. ഇവിടുത്തെ വിഷയം എന്താണ്? മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുക, ശിർക്കിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കലല്ല. ഇവിടുത്തെ പ്രശ്നം ശിർക്കിന്റെ കേന്ദ്രങ്ങളോടുള്ള അർത്ഥനയുമല്ല, റസൂലിനോടുള്ള ചോദ്യം. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഞാൻ പരലോകത്തെവിടെയായിരിക്കും? നീ സ്വർഗത്തിലായിരിക്കും. മറ്റേയാൾ ചോദിച്ചു, ഞാനെവിടെ? നീ നരകത്തിലായിരിക്കും. എന്റെ ബാപ്പയാ ാണ്? നിന്റെ ബാപ്പയുടെ പേര് ഹുദാഫ എന്നാണ്. എന്നിങ്ങനെ നബിയോട് മറഞ്ഞ വഴിയിൽ ചോദിച്ച സഹാബത്ത് പോയത് ശിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്കാണോ? ആണോ? അപ്പൊ ശിർക്കിന്റെ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമല്ല ഇവിടെ ചർച്ച, തൗഹീദിന്റെ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾക്ക് ഞങ്ങളുടെ വാദത്തെക്കുറിച്ചോ നിങ്ങളുടെ വാദത്തിൽ നിന്നുകൊണ്ടോ ഒരൊറ്റ ചോദ്യവും ചോദിക്കാനില്ല. പിന്നെ മനുഷ്യന് മറഞ്ഞ കഴിവുണ്ടോ, മനുഷ്യന് മനുഷ്യ കഴിവിന് അപ്പുറമുണ്ടോ ഇപ്പുറമുണ്ടോ, ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ആ ചോദ്യത്തിന് വ്യവസ്ഥയിരിക്കോ വ്യക്തമായ അതിന്റെ വിശദീകരണം ഞങ്ങൾ സംവാദത്തിൽ നൽകും. പക്ഷേ ഇവിടെ തൗഹീദിന്റെ കേന്ദ്രങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചില്ലേ? എന്താ ചോദിച്ചത്? അസ്അലുക അൻ തജ്അലനി. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ തന്നെ എത്ര ആയത്തുകൾ നമുക്ക് ഈ വിഷയമായിട്ട് ഉദ്ധരിക്കാനുണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചില്ലേ? എന്താ ചോദിച്ചത്? അയ്യുഹൽ മലഉ അയ്യുകും യഅതീനി ബിഅർശിഹാ. സൂറത്തുൻ നംലിൽ കാണാം. വിശുദ്ധ ഖുർആനിൽ സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചില്ലേ? മറഞ്ഞ വഴിയിലൂടെയുള്ള ചോദ്യം ചോദിച്ചില്ലേ? ആ ചോദ്യം വിശുദ്ധ ഖുർആനിലല്ലേ? അതുകൊണ്ടാ പറഞ്ഞത്, അദൃശ്യവും അഭൗതികവുമായ മാർഗത്തിൽ ഗുണം പ്രതീക്ഷിക്കൽ അത് തൗഹീദിനെതിരല്ല. അദൃശ്യവും അഭൗതികവുമായ മാർഗത്തിൽ സഹായം ചോദിക്കൽ അത് തൗഹീദിന് എതിരേ അല്ല. തപ്പിയാലൊന്നും കിട്ടൂല. തപ്പി നോക്കുക, തപ്പിയാ കിട്ടൂല. ഇത് ഖുർആന്റെ ആയത്താണ്. മറ്റേത് അജ്അലുക അസ്അലുക അൻ തജ്അലനി മിമ്മൻ തശ്ഫഉ ലഹു യൗമൽ ഖിയാമ. കുറ്റമറ്റ ഹദീസ്. ആ ഹദീസിനെ പറ്റി എന്തേ അപ്പുറത്തിരിക്കുന്ന കുറച്ചൊക്കെ വിവരമുള്ള ആൾക്കാരുണ്ടല്ലോ, ഒന്ന് പറഞ്ഞെടുത്തൂടെ? എന്താ ആളെ പേരൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ, കാരണം പ്രായ കൂടുതൽ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. ആദ്യം കേൾക്കുക. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചില്ലേ? മൻ അബി, എന്റെ ബാപ്പ ആര്? നിന്റെ ബാപ്പ ഇന്നാളാണ്. ഞാൻ നാളെ പരലോകത്തെവിടെ? നീ സ്വർഗത്തിലാണ്. മറ്റേ ചോദിക്കുന്നത് എവിടെ? നീ നരകത്തിലാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ ഒരാൾ ചോദിക്കുന്നു, എന്റെ ബാപ്പയാരാ? നിന്റെ ബാപ്പ ഇന്നാളാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സഹീഹുൽ ബുഖാരിയിലില്ലേ? ഇത് അദൃശ്യമായ അഭൗതികമായ മാർഗത്തിലൂടെയുള്ള സഹായ തേട്ടമല്ല. എന്തേ നിങ്ങൾക്ക് ഞങ്ങൾ ഉദ്ധരിച്ച ഈ തെളിവുകളെ കുറിച്ച്, പ്രമാണങ്ങളെ കുറിച്ച് ഒന്നും ചോദിക്കാൻ സാധിക്കുന്നില്ല? നിങ്ങളെ പ്രമാണം വെച്ച് ചോദിക്കാനുള്ള സമയക്കൂട്ടരെ നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ ചോദിക്കും. ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഞങ്ങൾ മറുപടി പറയേണ്ടത്. 3 ചോദ്യം ഞാൻ ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം ചോദിച്ചത് എന്തിന്? മനസ്സിലാക്കണം, മുജാഹിദുകളുടെ വാദം. ആ വാദം അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നുള്ള സമസ്തക്കാരുടെ വാദം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധവും അത്തരം അത് ശിർക്കാണ് തെളിയിക്കാൻ നമ്മൾ കുറെ ആയത്തോടി.
ഈ ആയത്തെ നമ്മൾ ഓരോന്ന് മനസ്സിലാക്കിയിട്ട് മൂപ്പര് പറഞ്ഞു അത് ഞങ്ങൾക്ക് ബാധകമല്ല, മക്കാർക്ക് ബാധകമാണ്. അപ്പോഴാണ് എന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ കാസിമി എഴുതിയ ഈ ആളുകൾക്ക് നിങ്ങൾ ആയത്തോതും? നിങ്ങളല്ലേ ശിർക്കിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്? ഈ ശിർക്കിന്റെ കേന്ദ്രമാണ് അല്ലാതെ വിശ്വസിക്കുന്ന വേറെ കുറെ കാലുണ്ടല്ലോ, ഉണ്ടല്ലോ പോയത്. ശിർക്കാൻ വിചാരിച്ചിട്ടല്ലല്ലോ ഈ പോയ മുസ്ലിങ്ങൾ പോയത്. അവരുടെ വിശ്വാസപ്രകാരം ശിർക്കല്ല. നിങ്ങളും അമ്പർത്തങ്ങളെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ, മൺമത്ത കുട്ടികളെ തരണേ, ദീനപ്പള്ളിയുമ്മ രോഗം മാറ്റണേ എന്ന് പറയുന്നത് പോലെ ഈ പോന്ന മുസ്ലിങ്ങളെ വിശ്വാസം അത് ശിർക്കല്ലാണ്. ആ വിശ്വാസത്തോടെ അവർ പോയത്. അവരോട് ഓതിയ ആയത്ത്, ഓടുന്ന ആയത്തേത്? ആ ആയത്തിന് ഞങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് ഓതാനുള്ളത്. അതാണ് എന്റെ മറുപടി. പിന്നെ ഇപ്പൊ മൂപ്പരിയാച്ച് തപ്പിയാ കിട്ടൂല. ഇതൊക്കെ നമ്മക്കറിയാം. നിങ്ങളെന്താ പറയാ നമുക്കറിയില്ലേ? ഞാൻ പറഞ്ഞില്ല, നിങ്ങളെക്കാൾ വലിയ ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഇതിനപ്പുറത്ത് പറഞ്ഞിട്ടില്ല. പിന്നല്ല നിങ്ങള് എന്താ സുലൈമാൻ നബി വിളിച്ചു പ്രാർത്ഥിച്ചതാ, സഹായം തേടിയതാ? നിങ്ങൾ സഹായം തേടുന്നമാരിയുള്ള തേട്ടാ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണം, സുലൈമാൻ നബിയേക്കാൾ കഴിവ് കൂടുതൽ അവിടെ കൂടിയ ആളുകൾക്കുണ്ടായിരുന്നു. നിങ്ങൾക്കോ കഴിവ് വൈദ്യം ചെയ്യണോ? കഴിവ് നിങ്ങൾക്കോ കഴിവ് അമ്പർത്തതങ്ങൾക്കോ കഴിവ്? നിങ്ങൾ വലിയ കഴിവുള്ള ആൾക്കാരും അമ്പർത്തതങ്ങൾ മോശം. എന്നിട്ട് നിങ്ങൾ അമ്പർത്തതങ്ങളെ ഒരു കുട്ടിയും തരണേ? അങ്ങനെയാ? ഇവിടെ സുലൈമാൻ നബി നിങ്ങൾ പറയുന്ന തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസയാണോ നടത്തിയത്? അല്ല, തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസയല്ല, നിങ്ങൾ എഴുതിയ സഹായാർത്ഥനയല്ല, ഞങ്ങൾ എഴുതിയ പ്രാർത്ഥനയല്ല. ആണെങ്കിൽ തെളിവ് പറയേണ്ടത്. പിന്നെ നിങ്ങൾ പറഞ്ഞ മറ്റു കാര്യങ്ങൾ, നിങ്ങളെ ചോദ്യത്തെ നിങ്ങൾ ചോദിച്ച നിങ്ങളെ വിഷയാവരണത്തിൽ പറഞ്ഞതൊക്കെ നിങ്ങളുടെ ചോദ്യത്തിന്റെ സന്ദർഭത്തിൽ ചോദിക്കൂ. ഒറ്റ മറുപടി അതിനൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാന്റെ റസൂലിന്റെ അരികിൽ നിന്ന് സ്വഹാബത്ത് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അള്ളാന്റെ റസൂലിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതുണ്ട്, അള്ളാന്റെ റസൂലിനോട് ശുപാർശ പറയാൻ പറഞ്ഞതുണ്ട്, അള്ളാന്റെ റസൂലിനോട് പറഞ്ഞിട്ട് അള്ളാഹ് വഹി ഇറക്കിയതുണ്ട്. ഇതൊന്നല്ലേ നമ്മളെ തർക്കം? ഇതൊന്നല്ല ഞങ്ങളെ വാദം. ഞങ്ങൾ എഴുതിയത് ഞങ്ങളുടെ വാദം തെളിയിക്കാനാണ് ഞങ്ങൾ ഇത് ഉദ്ധരിച്ചത്. അപ്പോ ആ ചോദ്യം നിലനിൽക്കുന്നു. പിന്നെയോ മനുഷ്യ കഴിവ് എന്താ തൊടാൻ തേടി? എന്താ ഉണ്ടാത്തത്? ഞാൻ പറഞ്ഞ നിങ്ങൾ തെളിവൊന്നും പറയേണ്ട. മനുഷ്യ കഴിവിനപ്പുറം ഇപ്പുറം ഉണ്ടോ ഇല്ലേ? പിന്നെ ഈക്കേണ്ടത് ഖുർആൻ പരിഭാഷന്റെ വിഷയത്തിലാണ് കാഫറാക്കിയത്. അപ്പൊ ഖുർആൻ പരിഭാഷന്റെ വിഷയത്തിൽ കാഫറാക്കാൻ ഒരായത്ത്, ബിംബത്തിനാരായത്ത കാഫറാക്കാൻ ഒരായത്ത്, ഞാൻ ഓരോന്നിനും ഓരോരായത്ത. എന്തിനാ ഞാനിത് പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞു കുറെ കാലം കാഫിറ്, കുറെ കാലം മുശ്രിക്ക്, കുറെ കാലം ഒപ്പുണ്ടായിരുന്നവരെ മുശ്രിക്ക് ശിർക്ക് ചെയ്യുന്നവരാക്കി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ? അതിനാ ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. ഇതൊക്കെ എന്തിനാണെന്നറിയോ? ഞാനിവിടെ ഒരു പണിയും ചെയ്യേണ്ടയില്ല. എന്റെ ഒന്നാമത്തെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയില്ല എന്ന് വന്നാൽ തന്നെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി. മുജാഹിദീങ്ങൾ ഓതിയ ആയത്ത് ഞമ്മക്കും കൂടി ബാധകാണ്. ഇതുവരെ അവളെ വന്ന് വയലുന്നത് വെറുതെയാണ്. അല്ലെങ്കിൽ പറയണ്ടേ ഇതിനായത്തുണ്ട്, ആ ആയത്ത് ഞങ്ങൾക്ക് ബാധകാവില്ലെന്ന് പറയണ്ടേ എന്ന് സാധാരണക്കാരായ ആളുകൾ ചിന്തിക്കും. അതുകൊണ്ട് എനിക്ക് ആ വിഷയം വേറെ വിശദീകരിക്കേണ്ടതില്ല. ഇനിയോ നിങ്ങൾ ജനങ്ങളെ വൈകാരികമായി ചൂഷണം ചെയ്യുന്ന വിഷയമാണ് ഞാൻ ഈ ചോദിച്ചത്. ഈ കെ അബൂബക്കർ മുസ്ലിയാർ കാഫിറാണ്. ഈ കെ അബൂബക്കർ മുസ്ലിയാർ കേവിയെ കുറിച്ച് കാഫിർ എന്ന് പറഞ്ഞു. ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ? ഒരായത്തും തെളിവില്ലാതെ പറഞ്ഞ് ഈ കെയെ പറ്റി ആയത്ത് തെളിവില്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയുന്നു? ആയത്ത് തെളിവുണ്ടെങ്കിൽ കേവിയെ പറ്റി എന്ത് പറയുന്നു? ഇത്ര റൗണ്ട് കഴിഞ്ഞിട്ടും വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിക്കാൻ കഴിയുന്നില്ലല്ലോ സാധുക്കൾ. ഒരൊറ്റ ചോദ്യം ഞങ്ങളിങ്ങനെ കാത്തിരിക്കുക. എന്നിട്ട് ഒരു ആയത്ത് പറഞ്ഞില്ല, ആയത്ത് ഇവിടെ ഓതി, ഹദീസ് മോദി. ആ ആയത്തുകളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിഞ്ഞു? ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. 3 ചോദ്യം നോക്കും നിങ്ങൾ. 3-ൽ ഒരു ചോദ്യം പോലും കാഫറാണോ അല്ലേ എന്നുള്ളത് ഈ വ്യവസ്ഥയുമായിട്ട് എന്ത് ബന്ധമുള്ളത്? എന്ത് ബന്ധമുള്ളത്? കഴിവ് 2 ഉണ്ടാവില്ലേ? ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ പുസ്തകം, ആ പുസ്തകത്തിൽ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ കൊടുത്ത അർത്ഥം എന്താ? അതാ ഞങ്ങൾ ഉദ്ധരിച്ചത്. അതിനെക്കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞ ഗുണം പ്രതീക്ഷിക്കുന്നത്, സഹായം ചോദിക്കുന്നത്. അത് തൗഹീദിനെതിരല്ല, നിങ്ങളുടെ പുസ്തകം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. എന്തേ ഉണ്ടാത്തത്? ചോദിക്കൂ കുഞ്ഞീത് മദനിയോടെ. 2 ഉണ്ടോ 3 ഉണ്ടോ? ഒന്നേ ഉള്ളൂ. ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്, നിങ്ങളെ പുസ്തകം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. മനുഷ്യ കഴിവിനപ്പുറമുള്ള അഭൗതികം, അസാധാരണം, മറ്റൊരു ശൈലിയിൽ പറഞ്ഞാൽ മറഞ്ഞ വഴി.
ഇതൊക്കെ നിങ്ങളെ പുസ്തകത്തിലുള്ളതാ, ഞങ്ങളല്ല. നിങ്ങളെ പുസ്തകം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ വാദം എഴുതിയത്. അതുകൊണ്ട് തന്നെയാണ് ആ വാദം തൊടാൻ നിങ്ങൾക്ക് കഴിയാത്തത്. ഇൻഷാ അല്ലാഹ് ഇല്ല 7 റൗണ്ടല്ല 10 റൗണ്ട് കഴിഞ്ഞാലും നിങ്ങളെ വാദമായി തൊടാൻ കഴിയില്ല നിങ്ങൾക്ക്. അപ്പൊ ചോദിക്കാണ്, കാഫിറാണോ അല്ലേ ഖുർആനിലുണ്ടോ? എന്തൊരു സാധുക്കൾ! ഈ വാദമായിട്ടെന്തെങ്കിലും ചോദിക്കണ്ടേ? ഈ വാദമായിട്ടെന്തെങ്കിലും പറയണ്ടേ? കഴിയുന്നില്ല. പിന്നെയോ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം, അത് സാധാരണ അഭിപ്രായമുണ്ടോ? സാധാരണ അഭിപ്രായമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നമ്മളും നിങ്ങളും തമ്മിൽ വലിയ അകലൊന്നുമില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവശ്യപ്പെട്ട സംഭവം എത്രയോ കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ബൽക്കീസിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന സിംഹാസനം, അത് കൊണ്ടുവരാനാണ്. എത്ര സമയ പറഞ്ഞത്? കണ്ണൊന്ന് വെട്ടിമുഴിക്കുമ്പോഴേക്ക് ഇത് സാധാരണയാണോ? ഞാൻ ചോദിക്കട്ടെ, ഞാനൊന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് കൊട്ടാരം വേണ്ട, സിംഹാസനം വേണ്ട, മൗലവി നിങ്ങൾക്കുള്ള പേര് തരുമോ? സമയം കഴിഞ്ഞു, കണ്ണടച്ച് തുറന്നു കഴിഞ്ഞു, അതിൽ നിന്നിട്ട് കാര്യമില്ല. ഈ സമയത്തിനുള്ളിൽ ഇത് സാധാരണയാണോ? ഇത് അസാധാരണയാണോ? ഇത് ഭൗതികമാണോ അഭൗതികമാണോ? പറയണം നിങ്ങൾ. ഞങ്ങളുടെ കയ്യില് അതിന്റെ വിഷയങ്ങൾ പറഞ്ഞു വരട്ടെ. സുലൈമാൻ നബിയുടെ സംഭവം തുടരട്ടെ, എന്നിട്ട് തോന്നാം ഇതെന്താ സാധനം. ഇത് നിങ്ങളെ ജമ്യത്തിലും ഇത് സാധന. നിങ്ങൾ വരി ആ വിഷയം ഒന്ന് പറയും. സുലൈമാൻ നബിക്ക് തുടങ്ങി കിട്ടട്ടെ, കാത്തുക്ക ഞങ്ങള് ഒന്ന് പറയുങ്ങളെ. സുലൈമാനിന്റെ സംഭവം ഞങ്ങൾ ആവളിയിലും പറഞ്ഞ സംഭവം തന്നെയാണ്. അതൊന്ന് പറഞ്ഞു വരട്ടെച്ചിട്ടാ, എന്നിട്ട് വേണം അതൊക്കെ ഒന്ന് വായിക്കാൻ. ഇപ്പോൾ ഇരിക്കട്ടെ, ഒന്ന് വായിക്കാതെ അവരും പറയട്ടെ. എന്ത് പറയാണ്ട് നിങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളെ പഴയ പറഞ്ഞ തെളിവുകളൊക്കെ ശേഷിക്കുന്നു. ഞങ്ങൾ ആയത്തോതിയിൽ നമ്മൾ ആയത്തോതിയില്ല. മൂപ്പറിന്റെ സംഭവം ഒന്ന് തോണ്ടിപ്പോയി, എന്നിട്ട് ഒരു ആയത്തോതിയിട്ടില്ല. പിന്നെ ഇത് ആയത്തല്ലേ, എന്നാ ഞങ്ങൾ ആയത്തൊന്നുകൂടി വായിത്തരണം നിങ്ങൾക്ക്. അയ്യത്തും ഇതായത്തല്ലേ. സാധുക്കൾ ചിരിക്കുക, അവരെ ചെറിയ ആയത്തല്ല. പാവങ്ങൾ, സൂറത്തിന്റെ ആയത്താണത്. ഇത് ആയത്താണ്. അവരിപ്പോ മൗലവിനെ തക്രീന ആൾക്കാരല്ലേ, മൗലവി പറഞ്ഞ ആയത്ത് ഓതിയിട്ടില്ല. അപ്പൊ ഇവർ വെച്ചത് ആയത്തല്ല. പാവങ്ങൾ, നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, നിങ്ങൾ നല്ലവരാണ്. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിയാതെ പെട്ടുപോയവരല്ലേ. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ പഴയ പറഞ്ഞ തെളിവുകളൊക്കെ അവിടെ നിൽക്കുന്നു. പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തേടിയത് ഞങ്ങൾ ചോദിച്ചു. അനീഫ മൗലയുടെ വേർപ്പ് കൊണ്ട്, നസ്രുദ്ദീൻ മൗലയുടെ വേർപ്പ് കൊണ്ട് ബർക്കത്തെടുക്കോ? മിണ്ടിയില്ല. ഞങ്ങളെ ആൻസർ ക്ലോസ് ചെയ്യാലോ, ചോദ്യത്തിന് ഉത്തരം പറയണ്ട. ഞങ്ങൾ പറഞ്ഞ ആൻസറിനെ ക്ലോസ് ചെയ്യാലോ കഴിയുന്നില്ല നിങ്ങൾക്ക്. 2, ഞങ്ങൾ പറഞ്ഞു ഹാദിഹി ജുബ്ബത്തു റസൂലില്ലാഹ്. ഞങ്ങൾ ചോദിച്ചു, AP അബ്ദുൽ ഖാദർ മൗലവി മരണപ്പെട്ടു പോയി, AP അബ്ദുൽ ഖാദർ മൗലവിയുടെ കുപ്പായം കൊണ്ട് വർക്കത്തെടുക്കാൻ നസ്രുദ്ദീൻ മൗലവി തയ്യാറുണ്ടോ? വേണ്ട, ഞങ്ങളെ നാട്ടുകാരനോടുണ്ട്. ഞങ്ങളുടെ നാട്ടുകാരൻ കുറച്ച് പ്രായം തന്ന ആളാണ്, മൂപ്പരുണ്ടായാലും മതി. ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ആ കൂട്ടത്തിൽ പ്രായമുള്ളവരായാലും ഇല്ലാത്തവരായാലും ആർക്കെങ്കിലും AP അബ്ദുൽ ഖാദർ മൗലവിയുടെ ആ ഷർട്ട് കൊണ്ടെന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ആദിഹി ജുബ്ബത്തു AP അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറഞ്ഞ് കുടിക്കുന്നത്, അവിടെയാണ് ഞങ്ങളുടെ വിഷയം കിടക്കുന്നത്. മിണ്ടിയില്ല. മറ്റൊന്ന് പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയേ അസ്അലുക, അങ്ങയോട് ചോദിക്കുന്ന നബിയേ അന്തജ്അലനി അങ്ങനെ ആക്കന്നെ, മിമ്മൻ ഒരുത്തരിലാക്കന്നെ, എങ്ങത്തൊരുത്തർ അങ്ങ് ശഫാഅത്ത് ചെയ്യുന്ന ആളുകളിൽ. എന്തേ ഞങ്ങൾ അതിന് മുണ്ടാത്തത്? ഫേസ്ബുക്കിന്റെ ഭാഷക്കഥമെടുത്ത് പറഞ്ഞാൽ ഫീലിംഗ് മാണ്ടിയില്ലേനി എന്നുള്ളിടത്തിലെത്തിനിപ്പോ. എന്താ ഇപ്പൊ തെളിവ് പറഞ്ഞത്? ആയത്തിനാ തെളിവ് എന്താ? അയ്യക്കും ഇന്നിന് തെളിവ് അദൃശ്യവും അഭൗതികവുമായ മാർഗത്തിൽ മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നത്. ഇഫ്രീത്ത മഹാൻ ഈ ആരോടാ ചോദിച്ചത്? എന്താണ് സഹോദരന്മാരെ? എന്തിനാ തെളിവ്? മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നതിന്.
എവിടെ എത്തിക്കൂട്ടരങ്ങളത്? ഒന്ന്. രണ്ടാമത്തേത് ഇത് സഹായം തരലാണോ? റാസിയാനെ വായിച്ചത് സുലൈമാൻ നബി വെല്ലുവിളിച്ചു. നിങ്ങൾ മദീന എങ്ങനെ വെല്ലുവിളിക്കല? എന്തിനാ മമ്പറത്തേക്ക് പോന്നേ? ഞാൻ മമ്പറത്തെ തങ്ങളൊന്ന് വെല്ലുവിളിക്കാൻ പോവാ. മോന് നാളെ 10ാം ക്ലാസ്സിലെ പരീക്ഷ അല്ലേ? ഇവിടെ സുലൈമാൻ നബി സാധാ ഞാൻ ആദ്യം പറഞ്ഞ് പറയിപ്പിക്കാൻ ഞാൻ മര്യാദക്ക് അവർക്ക് മനസ്സിലാക്കാത്ത വിചാരിച്ചിട്ടാ പറഞ്ഞത്. ഇത് നിങ്ങൾ തമ്മിലുള്ള തർക്കമല്ല. ഇവിടെ സഹായാർത്ഥനാണ് നിങ്ങൾ എഴുതി, പ്രാർത്ഥനയാണ് ഞങ്ങൾ എഴുതി. അതല്ല ഇവിടെ വിഷയം. സുലൈമാൻ നബി ചെയ്തതാ. പിന്നെ അപ്പൊ ആയത്തോതി എന്താ? കള്ളുടിക്കാൻ പാടില്ല. എന്താ തെളിവ്? മുദ്ഹാമ്മത്താൻ. മറ്റോ പറഞ്ഞു മൊയിലരാജ് ആയത്തോട് നിങ്ങൾ കള്ളുപിടിക്കാൻ പാടില്ല എന്നുള്ളതിന് മുദ്ഹാമ്മത്താൻ. അപ്പൊ മറ്റോ നിങ്ങൾ കള്ളുപിടിക്കാൻ പാടില്ല. ഞായത്തോതിയില്ലേ? അത് ആയത്ത് വേറെ, ആശയം വേറെ. ഇവിടെ ഞങ്ങൾ ചോദിച്ചതിന് ആശയം പറയാ. നിങ്ങളുടെ വാദം എവിടെ എത്തി? ഗൗരവത്തോടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ ആയത്ത് ഓതിയെന്ന് പറഞ്ഞു. ആ ആയത്തിന് ഞാൻ ഖണ്ഡിക്കുന്നു. എന്റെ 3 ചോദ്യങ്ങൾ. ഒന്ന്, നിങ്ങൾ ഈ ശിർക്ക് ചെയ്യുന്ന മുസ്ലിങ്ങൾക്കെതിരെ ഏത് ആയത്തോടും. 2, മനുഷ്യ കഴിവ്. കുഞ്ഞീത് മതിനോട് ചോദിച്ചെന്ന് പറഞ്ഞ പേരിൽ നിങ്ങൾ പറഞ്ഞ നിങ്ങളോട് ചോദിക്കും. കുഞ്ഞീത് മതിന് ജീവിച്ചിരിക്കുന്ന ആൾക്ക് ചോദിച്ച് പഠിച്ചിട്ടില്ലാണ് നിങ്ങളടുത്ത് വന്ന് സംവാദം നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. അത് രണ്ടാമത്തേത് ചോദ്യത്തിന് മറുപടി. 3, എന്തിനാ ആയത്തോതിയത്? നിങ്ങൾ കാഫിറാക്കുന്നു, ഞങ്ങൾ കാഫിറാക്കുന്നു. മുശ്രിക്കേക്ക് ബാധകമായ ആയത്ത്. ഞാൻ ചോദിക്കുന്നു, കേവിയെ കാഫിറാക്കാൻ ഏത് ആയത്ത് ബാധകമായി? മക്കയിലിറങ്ങാത്ത ആയത്ത് ഈക്കൊക്കെ ഇറങ്ങിയോ? മക്കത്തിറങ്ങിയതോ ആയത്തുണ്ടല്ലേ? അപ്പോ ഇന്ന് അത് ബാധകമാണ്. വിഷയമായി ബന്ധമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ ഉത്തരവാദിയല്ല കൂട്ടരെ. വിഷയമായിട്ട് ബന്ധം. നിങ്ങൾ പറയുന്നു ഈ ആയത്ത് മക്കക്കാർക്ക് ബാധകം. ആ ആയത്ത് വെച്ചിട്ടാണ് കേവിയെ കാഫിറാക്കിയത്. ഏതായത്ത്? അത് ഇന്ന് ഈ കേക്കോതാണെങ്കിൽ ഇന്ന് ആ ശിർക്ക് ചെയ്യുന്ന ആളുകൾക്കെതിരെ ഞങ്ങൾക്ക് ഓതാം. 3, മൂന്നാമത്തെ ചോദ്യം. ഇനി നിങ്ങൾ ആയത്തോതി എടങ്ങേറായല്ലോ. 4ാമത്തെ ചോദ്യം. നിങ്ങളുടെ ഈ വാദത്തിന് മഹാന്മാരോട് സഹായം ചോദിക്കുന്നത് തൗഹീദിനെതിരല്ല എന്ന ഈ വചനത്തിന് നിങ്ങൾക്ക് മറ്റൊരായത്ത് ാനുണ്ടോ? ഒന്നാമത്തെ മഹാനല്ല, സഹായാർത്ഥനയല്ല. ആലോചിച്ച് നോക്കിയ, മഹാനല്ല, സഹായാർത്ഥനയല്ല. ഇവിടെ നിങ്ങളുടെ വാദത്തിനെ നിങ്ങൾ തെളിവ് ധരിക്കേണ്ടത്. നിങ്ങളുടെ വാദത്തിൽ സഹായാർത്ഥന മഹാൻ. നിങ്ങൾ ഇവിടെ അയ്യപ്പം നീ വ്യാർശിയാണ് ചോദിച്ചത്. മഹാനോടാണോ? നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് അതാണ് തെളിവുതിരിക്കുന്നത്. പ്രാർത്ഥനയാണോ? അല്ല. സഹായാർത്ഥനയാണോ? അല്ല. തഹദ്ദാഹും, വെല്ലുവിളിച്ചു എന്നാണ്. അപ്പൊ നിങ്ങളെ വാദത്തിന് തെളിവാണ് പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുവന്ന ആയത്തും തെളിവല്ല. നിങ്ങൾ കൊണ്ടുവന്ന ആയത്തും തെളിവല്ല. അപ്പൊ 4 ചോദ്യം. എന്റെ 4 ചോദ്യം ഇവിടെ ബാക്കിയുണ്ട്. ആ 4 ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. എല്ലാ ചോദ്യവും വിഷയമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ വിഷയമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ നിങ്ങൾ പറയില്ലല്ലോ. നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച വിഷയമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ നിങ്ങളെ പ്രസംഗം ഇതൊന്നും വിഷയമായി ബന്ധപ്പെട്ടതല്ല. ആയത്തുവിന് മൗലവികൾ മുട്ടി. അപ്പൊ അടുത്ത ആയത്ത് ചോദിക്കാണ്. മൂപ്പര് പറയാണ്, സുലൈമാൻ നബി അലൈഹി ഇസ്ലാം എന്താ പറഞ്ഞത്? സൂറത്തുൻ നംലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യാ അയ്യുഹൽ മലഉ. എന്താ അതിന്റെ അർത്ഥം? യാ അയ്യുഹൽ മലഉ. അതിന്റെ അർത്ഥം AP അബ്ദുൽ ഖാദർ മൗലവി വെച്ചിട്ടുണ്ട്. അല്ലയോ മഹാജനങ്ങളെ. ഇഫ്രീത്തയിലപ്പെടാ വെല്ലുവിളിച്ചതാണ്. വെല്ലുവിളിക്കുകയാണെങ്കിൽ പിന്നെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം തന്നെ കൊണ്ടുവന്നു. മറ്റാർക്കും കഴിയൂല. വെല്ലുവിളിയാണെന്നല്ലേ? എന്താ ഇത്? അൽ വിലായത്ത് വൽ കറാമ. ആരാ ഇത് എഴുതിയിട്ടുള്ളത്? കേരള ജംഇയ്യത്തുൽ ഉലമ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സഭയായ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അൽ വിലായത്ത് വൽ കറാമയുടെ 31, 32 പേജുകളിൽ പറയാണ്, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സാഹിബിന്റെ ഖിസ്സയിൽ ഖുർആൻ ഖാലല്ലദീ ഇൻദഹു ഇൽമു മിനൽ കിതാബ് അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക. കിതാബിൽ നിന്ന് ഒരറിവുള്ള അദ്ദേഹം പറഞ്ഞു, ഞാൻ അത് ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം അങ്ങ് കണ്ണുവെട്ടി ഇമർത്തുന്നതിന് മുമ്പേ കൊണ്ടുവരാം. അദ്ദേഹം പറഞ്ഞ പോലെ കൊണ്ടുവരികയും ചെയ്തു. അദ്ദേഹം നബിയായിരുന്നില്ല. വെല്ലുവിളിയാണെങ്കിൽ പിന്നെ അദ്ദേഹമാണോ കൊണ്ടുവരിക?
അദ്ദേഹം നബിയായിരുന്നില്ല. അപ്പൊ സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ വെല്ലുവിളിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിച്ച ആയത്ത് അൽ വിലായത്ത് വൽ കറാമത്ത് ജംഇയ്യത്തുൽ ഉലമക്ക് തിരിഞ്ഞില്ലേ? നിങ്ങൾ ജംഇയ്യത്തുൽ ഉലമയിൽ മെമ്പർഷിപ്പ് ഇല്ലേ? ജംഇയ്യത്തുൽ ഉലമക്ക് തിരിഞ്ഞില്ലത്? ജംഇയ്യത്തുൽ ഉലമയിൽ മെമ്പർഷിപ്പുള്ള ഒരാളെങ്കിലും അവിടെ ഇരിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളെ വിശ്വാസം. ആ ജംഇയ്യത്തുൽ ഉലമയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൂപ്പർക്ക് മറ്റൊരായത്താണ്. എത്ര ആയത്തുണ്ട്? ഈ ആയത്ത് ഞങ്ങൾ വിടില്ല. അയ്യക്കും യഅ്തീനി ബിഅർശിഹ. പിന്നെ മൂപ്പരുടെ ചോദ്യം, ഇഫ്രീത്ത് മഹാനല്ലല്ലോ എന്നാണ്. അപ്പോ മഹാനല്ലാത്തവരോട് ചോദിച്ചാൽ ശിർക്കല്ല എന്ന് വന്നു. ഏതായാലും ഇനി മഹാന്മാരോട് ചോദിക്കുമ്പോഴേ ശിർക്കാവുള്ളൂ. എന്ത് വൈരുദ്ധ്യാണ് ഈ പറയുന്നത്? ഇഫ്രീത്ത് മഹാനല്ല, അപ്പൊ മഹാന്മാരോട് ചോദിക്കുമ്പോഴേ ശിർക്കാവുള്ളൂ. മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുമ്പോഴേ ശിർക്കാവുള്ളൂ. മഹാന്മാരല്ലാത്തവരിൽ നിന്ന് അഭൗതിക കാര്യങ്ങൾ ചോദിക്കുന്നതോ പ്രതീക്ഷിക്കുന്നതോ ശിർക്കല്ല. സമ്മതിച്ചു മൗലവി അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദത്തിന് വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കണം. ഇനി ആയത്ത് പിടിച്ചോ. മഹാനായ യൂസുഫ് നബി അലിഹിസ്സലാം ഇതാ മറഞ്ഞ മാർഗത്തിലൂടെയുള്ള ഗുണം പ്രതീക്ഷിക്കുന്നു. ഇദ്ഹബൂ ബിഖമീസി ഹാദാ. കണ്ടോ, ഞങ്ങളെ വാദത്തിൽ മഹാന്മാരിൽ നിന്ന് മറഞ്ഞ മാർഗത്തിലൂടെയുള്ള ഗുണം പ്രതീക്ഷിക്കുന്ന ആ ഭാഗം എന്താ ഞങ്ങളെ വാദത്തിൽ നിങ്ങൾ വിട്ടുപോകുന്നത്? എന്താ അത് ചോദിക്കാൻ? അതൊന്ന് വായിക്കാൻ പോലും നിങ്ങളുടെ നാവിനെന്താ ഇത്ര വെറുപ്പ്? കഴിയില്ല. തെളിവ് ഞങ്ങളുടെ പിന്നിലുണ്ട്. ഇദ്ഹബൂ ബിഖമീസി ഹാദാ യഅ്തി ബസീറാ. എന്റെ ഈ കുപ്പായം കൊണ്ടുപോയിട്ട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മുഖത്തിലിടൂ, എന്നാൽ കാഴ്ച ശക്തിയോടുകൂടി തിരിച്ചു വരും. ആരാ പറഞ്ഞത്? യൂസുഫ് നബിയാ പറഞ്ഞത്. ആരെ പറ്റിയാ പറഞ്ഞത്? യാക്കൂബ് നബിയെ പറ്റി. എന്താ പറഞ്ഞത്? എന്റെ കമീസ് കൊണ്ടുവെക്കുക. അലോപ്പതിയാ, ആയുർവേദിയാ, തെളിഞ്ഞ വഴിയാ, ഭൗതിക? പിന്നെ ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു, അസ്അലുക. സ്വഹാബി നബിയോട് ചോദിക്കുകയാണ്, അസ്അലുക. ഹനീഫ് മൗലവി, നിങ്ങൾക്ക് അങ്ങനെ റസൂലിനോട് ചോദിക്കാൻ സാധിക്കുമോ? അസ്അലുക നബിയെ, അങ്ങയോട് ഞാൻ ചോദിക്കുന്നു, അൻതജ്അലനി, അങ്ങ് എന്നെ ആക്കണം, മിമ്മൻ തശ്ഫഉ ലഹു യൗമൽ ഖിയാമ. അത് നിങ്ങൾക്ക് ചോദിക്കാൻ നിൽക്കത്? അല്ലാഹുവിന്റെ റസൂൽ ശിർക്കിന്റെ കേന്ദ്രമാണോ? എന്റെ ആ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു, റസൂലിനെ വിളിക്കൽ ശിർക്ക് തന്നെ. ആര് പറഞ്ഞു ശിർക്ക്? ഒരാളും പറഞ്ഞിട്ടില്ല. പിന്നെയും ഞങ്ങൾ പറഞ്ഞു ഗുണം പ്രതീക്ഷിച്ചത് മഹതിയായ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ വിയർപ്പ് കണങ്ങൾ വടിച്ചെടുത്ത് കുപ്പിയിലാക്കിക്കൊണ്ട് കുട്ടികളുടെ രോഗശമനത്തിന് ലോകത്തെ ഏറ്റവും വലിയ സുഗന്ധമായി ഉപയോഗിച്ചില്ലേ? അത് മറഞ്ഞ വഴിയല്ലേ? അത് ശിർക്കാണെന്നല്ലേ നിങ്ങളെ വാദം? അല്ല. ഉമ്മു സുലൈമിനോട് റസൂൽ പറയാണ്, അസബ്തി, അത് ശരിയായ വാദമാണ്. അതുപോലെ അസ്മാ ബീവി പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിന്റെ ജുബ്ബ രോഗികളുടെ രോഗശമനത്തിന് വേണ്ടി റസൂലിന്റെ വഫാത്തിന് ശേഷം ഉപയോഗിച്ച അസ്മാ ബീവി. ആയത്ത് ഞങ്ങൾ ഓതി. സുലൈമാൻ നബിയുടെ ആയത്തിന് നിങ്ങൾ പറഞ്ഞ മറുപടി എന്താ? അത് വെല്ലുവിളിയല്ലേ? വെല്ലുവിളിയാണെങ്കിൽ പിന്നെ ആസഫിന് വർഹിയാണ് അത് കൊണ്ടു കൊടുക്കുക. പിന്നെ പറഞ്ഞത് മഹാനല്ലല്ലോ ഇഫ്രീത്ത് എന്നാ. അപ്പൊ മഹാനല്ലാത്തവരോട് ചോദിക്കുന്നത് ശിർക്കല്ല എന്നാണല്ലേ? മഹാന്മാരായതാ കുഴപ്പം? അള്ളാന്റെ റസൂലും മമ്പുറത്തെ തങ്ങളും മഹാനായതാണോ കുഴപ്പം? അപ്പൊ ജിന്നിനോട് ചോദിക്കല് അതേത് വകുപ്പിലാ പോരാ? ജിന്നാളിൽ മഹാന്മാരുണ്ടോ? ഇല്ലേ? അതാ തൽക്കരിക്കുന്ന ആൾ പറയേണ്ടതാണ് അല്ലേ? കാരണം കഴിഞ്ഞ വർഷം നിങ്ങളെപ്പറ്റി അദ്ദേഹത്തിന്റെ വിശ്വാസം നിങ്ങളൊക്കെ മുശ്രിക്കാണെന്നായിരുന്നു. അദ്ദേഹത്തെ പറ്റി നിങ്ങളുടെ വിശ്വാസം അദ്ദേഹം മുശ്രിക്കാണെന്നായിരുന്നു. നിങ്ങളെ കൂട്ടത്തിൽ മരിച്ചുപോയ ഈക്കേനെയും കേവീനെയും പറ്റി നിങ്ങളെ വിശ്വാസം പറയാൻ പോലും നിങ്ങൾക്ക് കഴിവില്ല. കാരണം ആയത്തോടാതെ ഇത് പറയാൻ പറ്റൂല. നിങ്ങൾ പറഞ്ഞു ആയത്തുകൾ ഇന്നേക്ക് ബാധകമല്ല, ഞങ്ങളോട് ആയത്തുകൾ മക്കാർക്കേ ബാധകമാകൂ. എങ്കിൽ ഈ കേവിയെ കാഫിറാക്കിയത് ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ? അതായിരുന്നു എന്റെ ചോദ്യം നേരത്തെ ചോദിച്ച 4 എണ്ണം ബാക്കി. എന്നിട്ട് ആയത്തിനെന്താ ഇപ്പൊ മൂപ്പര് കണ്ടെത്തിയ ന്യായം? ഇഫ്രീത്ത് മഹാനല്ല. അപ്പൊ മഹാനല്ലാത്തവരോട് ചോദിച്ചാൽ ശിർക്കാവില്ല. അതിനല്ലേ ഞാൻ ഫതഹദ്ദാഹ് വായിച്ചത്? ഇത് സഹായാർത്ഥനയല്ല. കാരണം എന്താണെന്നറിയോ? സഹായാർത്ഥൻ സുന്നത്തും ബിദഅത്തും ഒരു ലഘുപഠനം എം അബ്ദുൽ ഹമീദ് ദാരിനി. നിങ്ങൾക്കറിയാൻ അയാളെ തന്നെക്കാൾ താഴ്ന്നവരോടുള്ള അപേക്ഷയ്ക്ക് കൽപ്പന എന്നുമാണ് പറയുക. ഇവിടെ സുലൈമാൻ നബിയാണോ മേലെ? അവിടെയുള്ള മല ആണോ മേലെ? ആ മലയിൽപ്പെട്ടതായി ഇഫ്രീത്ത്. ഇനിയോ കൊണ്ടുവന്നതാര്? ആസഫുവെ ബർഹിയ ആണ് എന്ന് കെ മൗലവി പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കെ മൗലവിയാണോ തെളിവ്?
നിങ്ങളെ തെളിവുകൾ എടുത്തുകൊണ്ടാണോ? പല അഭിപ്രായങ്ങളുണ്ട്. ആ സലൂന് ബർഹിയാണെന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളുടെ മുഫസ്സിറായ റാസി പറയുന്നു അത് സുലൈമാൻ നബി തന്നെയാണ്. വെറുതല്ല, തെളിവുകൾ നിരത്തി പറയുന്നു ഇത് സുലൈമാൻ നബി തന്നെയാണ്. കാരണം എന്താ? ഇത് വെല്ലുവിളിയാണ്. ഫതഹദ്ദാഹും അവ്വല, പറഞ്ഞ തെളിവിന്റെ കോലാണിത്. എന്തിനാ തെളിവ്? എന്താ നിങ്ങളുടെ വാദം? മഹാന്മാരോട് സഹായാർത്ഥന നടത്തുന്നത്, അതേപോലെ അദൃശ്യവും അഭൗതികവുമായ മാർഗത്തിൽ ഗുണവും ദോഷവും ഗുണം പ്രതീക്ഷിക്കുന്നതും അവരോട് സഹായം ചോദിക്കുന്നതും തൗഹീദിനെതിരല്ല. അതിന് ഈ ആയത്ത് തെളിവാ എങ്കിൽ ചോദ്യം അഞ്ചാമത്തേത് പിടിച്ചോ. ഈ ആയത്ത് വ്യാഖ്യാനിച്ച് ഏത് മുഫസ്സിറാണ് നിങ്ങളുടെ ഈ വാദം തെളിവാക്കിയത്? നിങ്ങളുടെ ഈ വാദത്തിന് തെളിവായിട്ട് ഏത് മുഫസ്സിർ അയ്യക്കും എന്ന ആയത്ത് ധരിച്ചു? നിങ്ങളുടെ വാദം എന്താ? അദൃശ്യവും അഭൗതികവുമായ മാർഗത്തിൽ മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നതും അവരോട് സഹായം ചോദിക്കുന്നതും തൗഹീദിനെതിരല്ല. പിന്നെ പറഞ്ഞതെന്താ? ഇവിടെ കുറേ അമ്പിയാക്കളുടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരിലൂടെ പ്രകടമായ മൊയ്ജിസത്തിന്റെ കാര്യങ്ങൾ ഒക്കെ എടുത്തു പറയാ. ഇവിടുന്ന് പറഞ്ഞെന്ത്? യൂസുഫ് നബി കുപ്പായം കൊടുത്തു. യാക്കൂബ് നബി ഇസ്തിഹാസം നടത്തിയതാ? യാക്കൂബ് നബി ഇസ്തിഹാസം നടത്തിയതാണോ? പോട്ടെ, ചോദ്യം അവിടെ നിന്ന് തന്നെ തുടങ്ങിക്കോ. യാക്കൂബ് നബി ഇസ്തിഹാസം നടത്തിയതാണോ? ഏഴാമത്തെ ചോദ്യം. എട്ടാമത്തെ ചോദ്യം, വിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരു നബി തനിക്ക് മുമ്പ് മരണപ്പെട്ടു പോയ മറ്റേതെങ്കിലും ഒരു നബിയോട് നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ അദൃശ്യവും അഭൗതികവുമായ മാർഗത്തിൽ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് അവരോട് സഹായം ചോദിച്ചത് തെളിവ് ധരിക്കാൻ കഴിയോ? നിങ്ങൾ രോഗശമനത്തിന് തേടുന്നില്ലേ? കുട്ടികളുണ്ടാകാൻ തേടുന്നില്ലേ മഹാന്മാരോട്? അതേപോലെ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ ആയ ഏതെങ്കിലും നബിയോട് അമ്പർത്തങ്ങളെ ഞങ്ങൾക്ക് കുട്ടീനെ തരണേ എന്ന് നിങ്ങൾ പറയുന്നത് പോലെ, മുൻപത്തെ ബീവി ഞങ്ങളെ രോഗം മാറ്റണേ എന്ന് പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു നബി തേടിയിട്ടുണ്ടോ? ചോദ്യങ്ങളൊക്കെ കുറിച്ചു വെച്ചോ അടുത്ത സംവാദത്തിലേക്ക് പഠിക്കാൻ. ഈ സംവാദത്തിൽ ഇതുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ മറുപടി അറിയില്ല, ഞങ്ങൾക്ക് ഉറപ്പാണ്. അടുത്തതിന് പോയിട്ട് ഉസ്താദുമാരെടുത്ത് ഈ ചോദ്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ടൊന്ന് പറയാനോ? ഇങ്ങനെ ആ ചോദ്യം നിങ്ങളെന്താ അങ്ങനെ ചോദിക്കണത്? നിങ്ങൾ പഠിച്ച ചോദ്യം പറയാനേ? ഞങ്ങൾ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാമത്തെ ചോദ്യം ഒറ്റ ചോദ്യം കൊണ്ട് ഇവിടെ 30 മിനിറ്റ് ബഹുമാന്യനായ നസീറുദ്ദീൻ റഹ്മാൻ നടത്തിയ സംസാരം അത് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. ഏതായാലും ചോദ്യം ചോദിക്കാൻ പടിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വിശ്വാസപ്രദാനം തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഏതായാലും കുറച്ചൊക്കെ ഇങ്ങനെ മാറ്റം വരുന്നുണ്ട്. ഇൻഷാ അല്ലാ ഒരു 4 സംവാദം സമസ്തയായിട്ട് നടത്തി. അപ്പൊ നിങ്ങൾ ചോദിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയോ? എങ്ങനെയാണ് ഉത്തരം പറയേണ്ടത്? നിങ്ങൾ ഈ കൊലക്കൊമ്പന്മാരോട് നടന്നത് നിങ്ങൾ പലരും പല കൊമ്പന്മാരെ മനസ്സിലാക്കി പോയതാ. അതിനെ പറ്റി പിഴവാണ്. നിങ്ങൾ പഠിക്കുന്നേ ഉള്ളൂ, പറയാൻ പോകുന്നേ ഉള്ളൂ. അൽഹംദുലില്ലാ ഞങ്ങളുടെ ഓരോ ഉത്തരവും ഇവിടെ ഓരോരുത്തരെയും അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കുന്നു. നിങ്ങൾ വിറക്കുന്നുണ്ട്, ഞങ്ങൾക്കറിയാം. കാരണം എന്താ പറഞ്ഞത്? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംഭവം അത് KM മൗലവിയല്ലേ? അല്ല മൗലവി, ഇത് ജമിയത്തുൽ ഉലമയാണ്, നിങ്ങളെ പണ്ഡിത സഭയാണ്. കേവലം KM മൗലവിയല്ല. നിങ്ങൾ പറയൂ KM മൗലവി ഔട്ടാണ്. അക്കാലഘട്ടത്തിലെ മുജാഹിദിന്റെ പണ്ഡിത സഭ ഒന്നടങ്കം ശിർക്ക് ചെയ്തു. പറയൂ നിങ്ങൾ മാനവരോട്. ഇപ്പൊ ജിന്നിനോട് സഹായം നേടാണ്. നമുക്ക് വല്ല മാർഗമുണ്ടോ? കാരണം എന്താ അറിയോ? ഇഫിരിത്താണെങ്കിൽ ഓക്കെ, ഇത് ജിന്നൂരികളെ കടത്തിവിട്ടി. ജിന്നൂരികൾ അത്ര കണ്ടില്ല. ജിന്നൂരികൾ ഹാലിറും കാതിറും അയ്യോ എന്തൊക്കെയായ ജിന്നാണെങ്കിൽ ഒക്കെ അറിയിക്കാന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇതിപ്പോ അവരെയും കടത്തിവിട്ടി. ഇപ്പൊ പറഞ്ഞേതാ ഇഫിരീത്താണത്. അതിനാ ഞങ്ങൾ വായിച്ചത് KM മൗലവിയുടെ തെളിവ്. പദ്യം ചോദിക്കുക, KM മൗലവിയാണ് നിങ്ങൾക്ക് തെളിവ്? ഞങ്ങൾക്കല്ല തെളിവ്, നിങ്ങൾക്ക് വേണ്ടി അവതരിത്തരുന്നത്. ഞങ്ങൾക്കാ തെളിവ്. ഇപ്പൊ ചോദ്യാരെ മറന്നോ? ചോദിച്ചാളുകളല്ലേ? ചോദിച്ച ആളുകൾക്ക് ഉത്തരം തരിക. ചോദിച്ച ആളുകൾക്ക് അവർ അംഗീകരിക്കുന്ന പുസ്തകം കൊണ്ട് മറുപടി എടുക്കുക. നിങ്ങൾ പറയോ KM മൗലവി തെളിവല്ല, പഴയകാല കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് തെളിവല്ല. തള്ളാൻ തയ്യാറുണ്ടോ? നിങ്ങൾ തള്ളണം. ഒക്കെ തള്ളേണ്ടി വരും. അവസാനം ഓരോരുത്തരെ തള്ളേണ്ടി വരും. ഒരു സംശയമില്ല. പിന്നെയോ അടുത്ത ആയത്തെന്താണ്?
അത് ഞങ്ങളോട് ഓതി ഹബൂബിക്കമീസിഹാദ. അപ്പൊ ഒരു നബി ഗുണം പ്രതീക്ഷിച്ചിട്ടുണ്ടോ? അതന്നല്ലേ. അപ്പൊ യൂസുഫ് നബിയല്ലേ? യൂസുഫ് നബി നബിയല്ലേ? ഞങ്ങൾ പറഞ്ഞ ഉത്തരം നോക്കണ്ടേ? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടോ, ഇദ്ഹബൂ ബികമീസിഹാദാ, ഈ കുപ്പായം കൊണ്ട് കൊണ്ടുപോകൂ, എന്നിട്ടോ ഉപ്പാന്റെ മുഖത്ത് കൊണ്ടുപോയിടോ, യഅതി ബസീറാ, കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടും, കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടും. ഞങ്ങൾ നേരത്തെ ചോദിച്ചോടെ ചോദിക്കുന്നു, നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ അനീഫക്കായിക്കൊണ്ട കുപ്പായം കൊണ്ടിടാൻ തയ്യാറുണ്ടോ? നേരത്തെ ഞങ്ങൾ ചോദിച്ചു, അനീഫാന്റെ വേർപ്പ് കുപ്പിയിലാക്കാൻ തയ്യാറുണ്ടോ? മറുപടി ഉണ്ടായിട്ടില്ല, അതിനെക്കുറിച്ച് പറയാനുണ്ടായിട്ടില്ല. AP അബ്ദുൽ ഖാദർ മൗലവി മരണപ്പെട്ടുപോയി. AP അബ്ദുൽ ഖാദർ മൗലവി കുപ്പായം ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് കുടിക്കാൻ തയ്യാറുണ്ടോ? ചോദിച്ചു. ഒന്നും ഞങ്ങൾ ചോദിച്ചു നമുക്ക് ഇറങ്ങാറ് വേണ്ട, ഞങ്ങൾ പറഞ്ഞു. ചോദിച്ചറിയുമ്പോ ഞങ്ങൾ ചോദിക്കേണ്ട സമയമല്ലല്ലോ, അങ്ങനെ ഇടങ്ങാറ് വേണ്ട. ഞങ്ങൾ പറഞ്ഞു. എന്ത് പറയാനുണ്ടായി? വല്ലതും ഉണ്ടായിട്ടുണ്ടായോ? ഞങ്ങൾ ചോദിക്കട്ടെ. ഞങ്ങൾ പറയുന്നു, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഷർട്ട് കൊണ്ടുപോയിട്ട് ഇടാൻ പറയുന്നു. കൊണ്ടുപോയിട്ടപ്പോഴോ സുബ്ഹാനല്ലാഹ് ഫർതദ്ദ ബസീറാ, എന്ത് പറയാനുണ്ട്? കഴിയില്ല, നിങ്ങൾക്ക് കഴിയില്ല. അപ്പൊ മുപ്പതിന്റെ ഇടയിൽ കൂടി ചെറിയൊരു ഒപ്പിക്കൽ, എന്ത് മൗഇസത്തിന്റെ അടിസ്ഥാനത്തിൽ ഗുണം പ്രതീക്ഷിക്കാം. എവിടെ വരട്ടെ, ഞങ്ങൾക്ക് അടുത്ത ബുക്ക് എടുക്കാൻ മുട്ടിയിരിക്കുന്നു. ഇതേതാ പുസ്തകം അറിയോ? ഇതേതാ പുസ്തകം? ഇത് KP മുഹമ്മദ് ഒരു പുസ്തകമാണ്. KP മുഹമ്മദ് മൗലവി ഇങ്ങോട്ട് നോക്കി, എന്നാലേ പറയാൻ കഴിയുള്ളൂ. നിങ്ങൾ അവിടെ അങ്ങനെ കുത്തിരിപ്പുണ്ടെന്ന കാര്യം നടക്കൂല. ഇത് ശ്രദ്ധിക്കും, എന്നാലേ ഞങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു പോണ്ടേ. അത് പറയാൻ കഴിയണമെങ്കിൽ ഞങ്ങൾ വായിക്കുന്ന ബുക്കൊന്ന് നോക്കണം, ഞങ്ങൾ വായിക്കുന്ന വിഷയമൊന്ന് നോക്കണം. നിങ്ങൾ ഇനി അയാളും തള്ളി ആരെ KP മുഹമ്മദ് മൗലവി? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദീർഘകാലത്തെ കാര്യദർശിയാണ്. തള്ളോ നിങ്ങൾ KP മൗലവിയെ. അങ്ങനെ തള്ളട്ടെ, തലക്കെന്നിങ്ങട്ടെ. ജമിയത്തുലമയെ തള്ളി, KM മൗലവിയെ തള്ളി, അങ്ങനെ തള്ളി തള്ളി അവസാനം കുറച്ചേ മനസ്സ് പറയും, എന്തിനാ ചോദ്യം ചോദിച്ച് നമുക്ക് വേണ്ട, അനീഫാനെ തള്ളും. അപ്പൊ അനീഫാനെ നമ്മൾ കൂടി ആലോചിച്ചല്ലേ, അങ്ങോട്ടും തള്ളു. അങ്ങനെ തള്ളി തള്ളി ഇവിടുന്ന് ഞങ്ങൾ തീർത്തു പറയാം. ഈ പരിപാടി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് ഞങ്ങൾ അന്ന് മംഗലാപുരത്ത് പറഞ്ഞു, നിങ്ങൾ ഇത് കഴിയുമ്പോഴേക്ക് രണ്ടാകും. ആയില്ലേ? രണ്ടായില്ലേ? നസറുദ്ദീൻ ഇപ്പുറത്തല്ലേ, ഫൈസൽ അപ്പുറത്തല്ലേ? ഇൻഷാ അല്ലാഹ് താമസമിന. കണ്ടോ എന്റെ നാട്ടുകാരൊക്കെ അന്തം മുട്ടിരിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ വേണ്ടി വരും. ഇതേതാ പുസ്തകം അറിയോ? ഇത് വിശ്വാസം. ഈ പുസ്തകത്തിൽ മോചിതത്തിന് എന്താ നിർവചനം കൊടുത്തത്? ഇതൊക്കെ ഒന്ന് വായിക്കണം നിങ്ങൾ, ഇതൊക്കെ വായിച്ചിട്ട് വരണം. ഇതെന്താ നിർവചനം കൊടുത്തത്? ഞാൻ വായിക്കാം, കേട്ടോളൂ, നിങ്ങൾ കേട്ടോളൂ. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് മനുഷ്യ കഴിവിന് അതീതവുമാണ് മോചിതത്ത്. അതല്ലേ ഞങ്ങൾ എഴുതിയത്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കാര്യങ്ങൾ, മനുഷ്യ കഴിവിനപ്പുറമുള്ള കാര്യങ്ങൾ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞ അബൗദ്ധികമായ കാര്യങ്ങൾ. അപ്പൊ ഞാൻ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞ അതേ മറുപടി ഇപ്പൊ പറഞ്ഞത്. നിങ്ങളെ മുഴുവൻ ചോദ്യങ്ങൾക്കും ഞങ്ങൾക്ക് പറയാനുള്ള മറുപടിയാണ് നിങ്ങളെ വായിച്ചത്. അത് മോചിതത്താണ്. ആ മോചിതത്തിൽ ഞങ്ങൾക്ക് ഒരു തർക്കമില്ല. അമ്പിയാക്കൾക്ക് മോചിതത്തുണ്ടോ ഇല്ലേ എന്നതല്ല ഇവിടുത്തെ തർക്കം. മറിച്ച് അവരോട് ആ മോചിതത്ത്, അതല്ലെങ്കിൽ ഔലിയാക്കൾക്കുണ്ടാകുന്ന കറാമത്ത്, അതിൽ നിന്ന് സഹായം ചോദിക്കുന്നതാണ്. അതാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് ശിർക്കാണ്, അത് അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ് എന്ന് വളരെ കൃത്യമായി യസീറുദ്ദീൻ റഹ്മാനി പറഞ്ഞു, തെളിയിച്ചു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇപ്പൊ മൂപ്പരെന്താ പറഞ്ഞത്? 4 സംവാദം കഴിഞ്ഞാൽ റെഡിയാവും. ആദ്യത്തെ ചോദ്യത്തിൽ ഇങ്ങനെ റെഡിയാവുന്നായിരുന്നു. ഇപ്പൊ 8 ചോദ്യം കഴിഞ്ഞപ്പോ മൂപ്പർക്ക് മനസ്സിലായി ഇത് അത്ര വേഗമൊന്നും റെഡിയാവില്ല. അടുത്ത് ഇന്നല്ല നാളെയൊന്നുമല്ല, 4 സംവാദം കഴിഞ്ഞാലേ റെഡിയാവുള്ളൂ. എന്നാ മക്കളെ, അള്ളാന്റെ ഖുർആൻ കയ്യിലുള്ള കാലത്തോളം, നിങ്ങളുടെ ഈ പിഴച്ച ആദർശം അത് സ്വീകരിക്കാൻ മുജാഹിദുകളെ കിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങളുടെ വാദത്തിന് ഞാൻ ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം, എന്താണ് ശിർക്ക് ചെയ്യുന്ന മുസ്ലിമിനെതിരെ നിങ്ങളോടുന്ന ആയത്ത്? 2, മനുഷ്യ കഴിവ് അപ്പുറം ഇപ്പുറം ഉണ്ടോ ഇല്ലേ? 3, കാഫിറാക്കുന്ന ആയത്ത് ഞങ്ങൾ ഓതി എന്ന് പറഞ്ഞു. എന്റെ ചോദ്യം, ഈ കെവിയെ കാഫിറാക്കാൻ ഓതിയ ആയത്തേത്? നിങ്ങൾ നിങ്ങളുടെ വാദത്തിന് തെളിവായി അയ്യക്കും എഴുത്തിനി അർഷിഹ ഓതി. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചു. അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, സുലൈമാൻ നബി പ്രാർത്ഥന നടത്തിയിട്ടില്ല. നടത്തിയെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയോ?
സഹായാർത്ഥന നടത്തിയെന്ന് തെളിയിക്കാൻ കഴിയോ? ഇല്ല. നിങ്ങളുടെ ദാരിമിയുടെ ബുക്കിൽ നിന്ന് ഞാൻ വായിച്ചു, അത് പ്രാർത്ഥനയാവില്ല, നമ്മളുടെ തർക്കത്തിലിരിക്കുന്ന സഹായാർത്ഥനയാവില്ല. അഞ്ചാമത് ഞാൻ ചോദിച്ചു, ഏതെങ്കിലും മുഫസ്സിർ നിങ്ങളുടെ ഈ വാദം ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വായിക്കണം. കൊണ്ടുവന്നിങ്ങനെ അട്ടിവെച്ചിനല്ലോ, ഇതിനെ ഇതിനകത്ത് പോകുന്നത്. തെളിവ് പറയും, ഞങ്ങളെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റ് കണ്ടിട്ടാ മതിയാത്തതെങ്കിൽ ഇതാ നിങ്ങൾ ഇതേ വായിക്കും. ഞങ്ങൾക്കറിയാം റാസിയാണിത്, സൂറത്തുൽ നംലുള്ള റാസി. ഞങ്ങൾക്കറിയാം നിങ്ങൾ വായിക്കും. അതാ ഞങ്ങൾ കൊണ്ടുവന്നത്. അതുപോലെ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ വായിക്കണം. വെല്ലുവിളിക്കുന്നു വായിക്കാൻ. ആറാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചു, വേറെ ആയത്തുണ്ടോ? യൂസുഫ് നബിയുടെ സംഭവം, അതും മുഅ്ജിസത്ത്. ഞാൻ ചോദിക്കുന്നു, ഈ യൂസുഫ് നബിയുടെ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളുടെ വാദം അദൃശ്യവുമോ ഭൗതികവുമായ മാർഗത്തിൽ ഗുണം പ്രതീക്ഷിക്കുന്നതും അവരോട് സഹായം ചോദിക്കുന്നതും തൗഹീദിനെതിരല്ല എന്ന നിങ്ങളുടെ വാദം ലോകത്ത് ഏത് മുഫസ്സിർ പറഞ്ഞു? മറുപടി ഉണ്ടായില്ല. ഇങ്ങനെ 8-7 ചോദ്യം. എട്ടാമതായി ഞാൻ ചോദിച്ചു, ഏതെങ്കിലും ഒരു നബി നിങ്ങൾ ഈ തേടുന്ന പോലെ, മന്ത്രത്തെ തങ്ങളെ വിളിക്കുന്നത് പോലെ, മൈദീൻ ശൈഖിനെ വിളിക്കുന്നത് പോലെ, സിസായി ശൈഖിനെ വിളിക്കുന്നത് പോലെ, സകല ജാറത്തിലേക്കും പോകുന്നത് പോലെ സകല മന്ത്രവാദികളുടെ അരികിലേക്കും ഈ സമുദായത്തെ കൂട്ടിത്തെളിക്കുന്നില്ലേ നിങ്ങൾ? ആ മന്ത്രവാദികളുടെ അരികിലേക്ക് ഒക്കെ കൂട്ടിത്തെളിക്കുന്നതിന് തെളിവായി ഈ ആയത്തുണ്ടോ? പറയണം. അത്തരം മന്ത്രവാദികളുടെ അരികിലേക്ക് പോകുന്നതിനെ പറ്റിയ കാസിമി പറഞ്ഞത് ശിർക്കിന്റെ കേന്ദ്രത്തിലേക്ക്. അതിനാ ആയത്ത് ചോദിച്ചത്. മറുപടി പറയണം. ഉണ്ടെങ്കിൽ മറുപടി പറയണം. 8 ചോദ്യം ഇവിടെ നിലനിൽക്കുന്നു. 8 ചോദ്യം. ഈ 8 ചോദ്യം നിങ്ങൾ പൊട്ടിത്തകർന്ന 8 ചോദ്യങ്ങളാണ്. ഒരു ചോദ്യം അങ്ങനെ ഉണ്ടാവില്ല. ഒരു 8 ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഒരു പൂതി, ഒന്നിനെങ്കിലും മറുപടി പറയണം. ഒരു പൂതിയുണ്ട് ഏത് കുട്ടിക്കും. ഞാനൊരു സ്കൂൾ മാഷാണ്. ഒരു 3-4 ചോദ്യം ചോദിച്ചിട്ട് നിരാശ ഉണ്ടാകും കുട്ടി. വല്ലാത്ത ആള്. എല്ലാ ചോദ്യത്തിലും വ്യക്തമായ മറുപടി ഞങ്ങൾ നൽകിയപ്പോ ഇപ്പൊ അദ്ദേഹം പഠിക്കാണ്. ഇപ്പൊ എന്താ പറഞ്ഞത്? സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചത് മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിലാണ്, യൂസുഫ് നബിയുടേത് മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഹനീഫ് മൗലവി, അപ്പൊ മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ? എന്താ നിങ്ങളെ വാദം? നിങ്ങളെ വാദം എന്താ? മറഞ്ഞ മാർഗത്തിലൂടെ മഹാന്മാരിൽ നിന്ന് ചോദിക്കുന്നതും ഗുണം പ്രതീക്ഷിക്കുന്നതും ശിർക്കാണെന്നല്ലേ? മൗലവിപ്പവാദം മാറ്റി മുഅ്ജിസത്താണെങ്കിൽ ശിർക്കില്ല അല്ലേ? അതന്നെയല്ലേ ഞങ്ങളും പറഞ്ഞത്? മറഞ്ഞ വഴിയിലുള്ള. അപ്പൊ പിന്നെ മുഅ്ജിസത്ത് മറഞ്ഞ മാർഗമല്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? മുഅ്ജിസത്ത് മറഞ്ഞ വഴിയല്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? എന്നാൽ ഇതാ KP മുഹമ്മദ് ബിൻ അഹ്മദിന്റെ പുസ്തകമാണിത്, തള്ളിക്കളയാൻ പറ്റില്ല. അദ്ദേഹം പറയുകയാണ്, മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മനുഷ്യനും കൊണ്ടുവരാൻ കഴിയാത്തതാണ് മുഅ്ജിസത്ത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായതും മനുഷ്യ കഴിവിനതീതവുമാണ് മുഅ്ജിസത്ത്. ആ മുഅ്ജിസത്ത് ചോദിച്ചതാണ് നാപ്പൂപ്പന മറുപടി. അവിടെ അത് പ്രാർത്ഥനയല്ല, അത് മുഅ്ജിസത്ത് ചോദിച്ചതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഇഫ്രീത്ത് മഹാനല്ല. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, മഹാനാകുമ്പോൾ മാത്രമേ, തൊട്ടുമുകളിലുള്ള മഹാനാകുമ്പോൾ മാത്രമേ മറഞ്ഞ മാർഗം ചുരുക്കാകുകയുള്ളൂ? അപ്പൊ താഴേക്കിടയിലുള്ള ആളുകളോട് മറഞ്ഞ വഴിയിൽ ചോദിച്ചാൽ, അവരിൽ നിന്ന് ഗുണം പ്രതീക്ഷിച്ചാൽ അത് ശിർക്കല്ല. നിങ്ങൾക്ക് വാദമുണ്ടോ? എന്തി അതിനെപ്പറ്റി ഉണ്ടാതിരുന്നത്? പിന്നെ പറഞ്ഞു അത് വെല്ലുവിളിയാണ്. വെല്ലുവിളിയാണെങ്കിൽ സുലൈമാൻ നബി അലൈഹിസ്സലാം തന്നെ കൊണ്ടുവരേണ്ടതല്ലേ? ഇത് ആസിഫ് ബിൻ ബർഖിയയാണ് കൊണ്ടുവന്നത് എന്ന് എത്ര തഫ്സീറുകളിലുണ്ട്? തബരീലില്ലേ, ബൈമാവിയിലില്ലേ, മറ്റനേകം തഫ്സീറിലില്ലേ? ആ തഫ്സീറുകാരൊക്കെ പറഞ്ഞത് ശിർക്കായിരുന്നോ? ആയിരുന്നോ? പിന്നീട് മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിച്ചതിന് ഞങ്ങൾ രണ്ടാമത് ആയത്തോതി ഇദ്ഹബൂ ബിഖമീസി ഹാദാ. അത് മുഅ്ജിസത്തല്ലേ? അപ്പൊ മുഅ്ജിസത്താവുമ്പോൾ ശിർക്കല്ലാതെയാവും? മുഅ്ജിസത്തിനെ പറ്റി മറഞ്ഞ മാർഗത്തിലുള്ള കാര്യമെന്നല്ലേ? മറഞ്ഞ വഴിയിലൂടെ എന്ത് ചോദിച്ചാലും അത് പ്രതീക്ഷിച്ചാലും ശിർക്കല്ലേ? നിങ്ങളാദ്യം KM മൗലവിയെ തള്ളി, പിന്നെ ജംഇയ്യത്തുൽ ഉലമയെ തള്ളി, ഇനിയിപ്പോൾ ഇതാ KP മുഹമ്മദ് ബിൻ അഹ്മദിനെയും തള്ളാൻ പോവുകയാണ്. പിന്നെ ശിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക് പോയ ആ വിഷയമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ശിർക്കിന്റെ കേന്ദ്രങ്ങളല്ല ഇവിടുത്തെ ചർച്ച. ഇവിടുത്തെ ചർച്ച റസൂലാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ
ശറഫാക്കപ്പെട്ട വിയർപ്പ് കൊണ്ട് ബർക്കത്തെടുത്തതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ജുബ്ബ കൊണ്ട് രോഗശമനം തേടിയതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നുകൊണ്ട് സ്വഹാബി പറയുകയാണ്, ഇന്നി അസ്അലുക അൻ തജ്അലനി മിമ്മൻ തശ്ഫഉ ലഹു യൗമൽ ഖിയാമ. അത് മറഞ്ഞ മാർഗമല്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? പരലോകത്ത് അങ്ങ് ശഫാഅത്ത് ചെയ്യുന്നവരുടെ ആളുകളുടെ കൂട്ടത്തിൽ അങ്ങ് എന്നെ ആക്കണം എന്ന് സഹാബി ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ളതെന്ന് ചോദിച്ചപ്പോ ആ സഹാബി ചോദിക്കുകയാണ്, സഹീഹുൽ ബുഖാരിയുടെ ഹദീസ് ഞങ്ങൾ പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, സലൂനി, എന്നോട് ചോദിക്കുവിൻ. അപ്പൊ സഹാബികള്, ഞാൻ പരലോകത്ത് എവിടെയായിരിക്കും? നീ സ്വർഗത്തിലായിരിക്കും. മറ്റേയാൾ, ഞാൻ എവിടെയായിരിക്കും? നീ നരകത്തിൽ. വേറൊരാൾ, എന്റെ ബാപ്പയാരാണ്? നിന്റെ ബാപ്പ ഹുദാഫ. ഇങ്ങനെ മറഞ്ഞ മാർഗത്തിലൂടെയുള്ള അനേകം ചോദ്യങ്ങളും അതിൽ നിന്ന് ഗുണവും ലഭിച്ച സ്വഹാബത്തിന്റെ പ്രവൃത്തി ശിർക്കല്ല, അത് തൗഹീദിനോട് ഒരു നിലക്കും തന്നെ എതിരല്ല എന്നിതാ ഇവിടെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ ആയത്തോതി സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവം, അത് ഇഫ്രീത്ത് എന്ന് പറയുന്ന മഹാനല്ലാത്ത ആളാണ്. നിങ്ങളെ വാദത്തിൽ മഹാനല്ലേ? അപ്പൊ മഹാനല്ലാത്ത ആളോട് ചോദിക്കുമ്പോഴേ ശിർക്കാകുള്ളൂ, ആകാതിരിക്കൊള്ളൂ എന്നാണ് നിങ്ങളെ വാദം. എന്നാൽ നിങ്ങളുടെ സ്വന്തം നേതാവായ അന്തരിച്ച അദ്ദേഹത്തിന്റെ പേരെന്താ? എ പി അബ്ദുൽ ഖാദർ മൗലവി. എ പി അബ്ദുൽ ഖാദർ മൗലവി എന്താ പറഞ്ഞത്? അയ്യുഹൽ മലഉ, ഓ മഹാജനങ്ങളെ. ഇഫ്രീത്ത് എന്നല്ല പറഞ്ഞത്, ഓ മഹാജനങ്ങളെ. അല്ല, ഇഫ്രീത്ത് വിജനപ്രദേശം, അതുപോലെ ജനപ്രദേശമൊക്കെ അറിയുന്ന ആൾക്കാരാണല്ലോ നിങ്ങള്. വിജനപ്രദേശവും ജനപ്രദേശവും സംസാരിക്കുന്ന ആളുകൾക്ക് ഇഫ്രീത്ത് ജനത്തിൽപ്പെട്ട നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? എന്താ എ പി അബ്ദുൽ ഖാദർ മൗലവി അർത്ഥം വെച്ചത്? ഓ മാന്യ മഹാജനങ്ങളെ. ചോദ്യോത്തരം എന്ന പുസ്തകത്തിൽ അദ്ദേഹം അർത്ഥം വെച്ചതാ. അപ്പൊ അതൊന്നും അറിയില്ല. ആസിഫുൽ ബർഖിയാണ് കൊണ്ടുകൊടുത്തത് എന്ന് നിങ്ങൾ തന്നെ എഴുതി കേരള ജംഇയ്യത്തുൽ ഉലമയെ തള്ളിപ്പറഞ്ഞു. പിന്നീട് നിങ്ങളുടെ നേതാവായ കെ മൗലവിയെ, ഇപ്പോൾ കെ പി മുഹമ്മദ് ബിൻ അഹമ്മദിനെ, അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തെ മുഴുവൻ തള്ളിയിട്ട് പിന്നെ എന്ത് മുജാഹിദാ നിങ്ങൾ ഏത് മുജാഹിദാ? അനീഫാക്കൊരു മുജാഹിദ്, അപ്പുറത്തുള്ള ഓരോരുത്തർക്കും ഓരോ മുജാഹിദ് പ്രസ്ഥാന. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിർവചനം എന്താ? കെ മൗലവിയെ മാറ്റിവെച്ചൊരു മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടോ? കേരള ജംഇയ്യത്തുൽ ഉലമയെ മാറ്റിവെച്ച മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്കൊന്നും അറിയാത്തോണ്ട് ചോദിക്കാട്ടോ. ഞാൻ അത് ഉത്തരത്തിന്റെ അവസരത്തിൽ ചോദ്യം ചോദിച്ചു മുട്ടിച്ചു എന്ന് പറയണ്ട, അറിയാത്തതോട് ചോദിക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ ആയത്തോതി സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ആ സംഭവത്തിന് മറഞ്ഞ മാർഗത്തിലൂടെ സഹായം ചോദിച്ചു. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ഇനി ആദ്യം വിഷയം അവതരിപ്പിച്ച സുന്നി പക്ഷത്തോട് ചോദിക്കാനുള്ള ഒരേ ഒരു അവസരം മാത്രമാണ് ബാക്കി. 9 റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരൊറ്റ അവസരം മാത്രമാണ് ബാക്കിയുള്ളത് എന്നറിയിക്കുന്നു. അതിനുശേഷം സുന്നിപക്ഷം മറുപടി പറഞ്ഞ ശേഷം അരമണിക്കൂർ സമയം നിസ്കാരത്തിനും ഭക്ഷണത്തിനും വേണ്ടി പിരിയാൻ മധ്യസ്ഥന്മാർ തീരുമാനിച്ചിരിക്കുന്നു എന്നുകൂടി അറിയിക്കുന്നു. അരമണിക്കൂർ കൊണ്ട് പെട്ടെന്ന് തിരിച്ചു വരണം. എന്താണെന്നറിയാം, നമ്മൾ സമയം കഴിയാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ അരമണിക്കൂറെന്ന് വ്യവസ്ഥയിൽ എഴുതിയതും. ഇപ്പൊ തന്നെ ഇഷ്ടംപോലെ സമയമായിട്ടുണ്ട്. ഇനി 1.5 മണിക്കൂർ ചോദ്യോത്തരം, 10 മിനിറ്റ് അവലോകനം, അങ്ങനെ 20 മിനിറ്റും കൂടി ഉണ്ടാവും. 1 മണിക്കൂറും 50 മിനിറ്റും ഇനിയും ഉണ്ടാവും. എന്തൊക്കെ പൊട്ടത്തിലാ പഠിച്ചവനെ വിളിച്ചു പറയുന്നത്? സുലൈമാൻ നബി അലൈഹിസ്സലാം മഹാന്മാരോടാണ് തേടിയത് എന്നാണല്ലോ തെളിവ് പറഞ്ഞത്. അപ്പൊ ഇഫ്രീത്ത് എന്ത് പറഞ്ഞു? ഞാൻ കൊണ്ടുവരാം. അപ്പൊ സുലൈമാൻ നബി എന്ത് പറയണം? നിന്നോടുള്ള ഞാൻ മഹാന്മാരോടാണ് സഹായാർത്ഥന നടത്തിയത്, നീ അതിൽ പെടില്ലെന്ന് പറയണ്ടേ? എന്താ പറയാതിരുന്നത്? ഇത് നിങ്ങളും ഞങ്ങളും തമ്മിൽ തർക്കത്തിലുള്ള സഹായാർത്ഥനയല്ല. നിങ്ങൾ ഓതിയായിട്ട് തന്നെ അല്ലെങ്കിൽ കഴിയണ്ടേ ഒരൊറ്റ തഫ്സീർ നിങ്ങൾ ഉന്നയിച്ച, നിങ്ങൾ എഴുതിയ വാദം ഒപ്പിട്ടിട്ടില്ലേ? 3 നിങ്ങൾ എഴുതിയ വാദമല്ലേ? ഒരു തെളിവ്, ഒരു തഫ്സീർ നിങ്ങളുടെ വാദത്തിന് തെളിവായി നിങ്ങൾ ധരിച്ച ആയത്തിന് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഉണ്ടെങ്കിൽ കൊണ്ടുവന്നോ. 1ാമത്തെ ചോദ്യം എന്റേത് നിൽക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ വാദത്തെ എതിർക്കാൻ വേണ്ടി പറഞ്ഞു മക്കയിലെ മുശ്രിക്കുകൾക്ക് ഇറങ്ങിയ ആയത്ത്. എന്റെ ചോദ്യം, ഖാസിനി എഴുതിയ ശിർക്ക് ചെയ്യുന്ന മുസ്ലിങ്ങൾക്ക് നിങ്ങൾ എന്ത് ആയത്തോന്നും അതേ ആയത്താൻ ഞങ്ങൾക്ക് ഓതാനുള്ളത്. വിഷയമായി ബന്ധമുണ്ട്, ഞാൻ തെളിയിച്ചു. 2, നിങ്ങൾ പറഞ്ഞു മനുഷ്യ കഴിവ് അപ്പുറം ഇപ്പുറം ഉണ്ടോ ഇല്ലേ ചോദിച്ചപ്പോ പറഞ്ഞ കുഞ്ചീത് പറഞ്ഞതിനോട് ചോദിക്കാനാ. അത് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിനെ പറ്റിയാണ് ചോദ്യം. 2, 3 ഞങ്ങൾ
ഈ ആയത്തോതിയപ്പോൾ നിങ്ങൾ പറഞ്ഞു അത് മക്കക്കാർക്ക് ബാധകം. ഇവിടെ ഇതാ KVK കാഫിറാക്കിയിരിക്കുന്നു. നിങ്ങൾ ആരെ കൂട്ടത്തിലാ കൂട്ടരെ? നിങ്ങളെ രണ്ട് നേതാക്കന്മാര് KV ശരിക്ക് കാഫിറല്ലെങ്കിൽ കുഫ്ർ യിലേക്ക് മടങ്ങി. KV കാഫിറാണെങ്കിൽ പിന്നെ ഓക്കെ. ഏതോ ഒന്ന് കാഫിറായില്ലേ? നിങ്ങൾ എഴുതിയത് ഏത് ആയത്ത്? അതാണ് എന്റെ ചോദ്യം. ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ? 4 അയ്യുക്കും സഹായാർത്ഥനയാണോ നിങ്ങൾ വാദത്തിലെഴുതിയ സഹായാർത്ഥനയാണോ? 5 ഏത് മുഫസ്സിർ അത് സഹായാർത്ഥനയായി പറഞ്ഞു? 6 ഈ വേറെ ഏതെങ്കിലും ഒരായത്ത് തെളിവ് ഉദ്ധരിക്കാൻ കഴിയോ? ഉദ്ധരിച്ചു. ഏതാ? യൂസുഫ് നബിയുടെ സംഭവം. എന്നിട്ടോ വൈകുന്നേരം വരെ വള്ളം കോരി വൈകുന്നേരം കുടമുടച്ചു എന്ന് പറഞ്ഞതുപോലെ അവസാനം അദ്ദേഹം തന്നെ പറഞ്ഞു അതൊക്കെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി പ്രവാചകന്മാര് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ആ കാര്യങ്ങൾ തേടാൻ പാടില്ല, അത് ശിർക്കാണ് എന്ന് ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് യാക്കൂബ് നബിയുടെ ഈ സംഭവം, യൂസുഫ് നബിയുടെ ഈ സംഭവം ധരിച്ച് നിങ്ങളുടെ വാദത്തിന് തെളിവായി ഏതെങ്കിലും മുഫസ്സിർ പറഞ്ഞോ? പറഞ്ഞില്ല. 8ാമത് ഞാൻ ചോദിച്ചു, ഏതെങ്കിലും ഒരു നബി നിങ്ങൾ ഈ തേടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ മറ്റൊരു നബിയോട് തേടിയിട്ടുണ്ടോ? ഇല്ല. ഇനി നിങ്ങൾ മുഅ്ജിസത്താണെന്ന് പറഞ്ഞല്ലോ. 10ാമത്തെ എന്റെ അവസരത്തിൽ 9ാമത്തെ നമ്പറിട്ട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പറയുന്നത് സമസ്തക്കകത്തിരുന്നുകൊണ്ട് ലീഗിനെ എതിർത്തതാണ് കാന്തപുരത്തെ സമസ്ത പുറന്തള്ളാനുണ്ടായ കാരണം വിശ്വാസകർമ്മകാര്യങ്ങളിൽ യാതൊരു ഭിന്നതയും ഇരുകൂട്ടരും തമ്മിലില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിൽ ഖിയാമത്ത് നാൾ വരെ അവശേഷിക്കുന്നത് ഖുർആൻ മാത്രമാണ്, മറ്റൊരു മുഅ്ജിസത്തുമില്ല എന്ന പൊന്മളയുടെ വാദത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? അതേ വാദത്തിലാണ് നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ തെളിവൊന്നും തെളിവല്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഞങ്ങളും അവരും തമ്മിൽ ആ വ്യത്യാസമുണ്ട്, തൗഹീദിന്റെ വിഷയമാണത്, അവിടുത്തെ ചർച്ച വേറെ പറയാനല്ല. തൗഹീദിന്റെ വിഷയം, നിങ്ങൾ പറഞ്ഞ മുഅ്ജിസത്തിന്റെ വിഷയം. നിങ്ങൾ പറയുന്നു ഞങ്ങൾ മുഅ്ജിസത്തിൽ നിന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ എഴുതുന്നു വിശ്വാസകർമ്മകാര്യങ്ങളിൽ ഭിന്നതയില്ല. അങ്ങനെ ഭിന്നതയില്ലെങ്കിൽ പൊന്മള പറയുന്നു മുഅ്ജിസത്ത് അവസാനിച്ചു, ബാക്കിയുള്ളത് ഖുർആൻ മാത്രം. പിന്നെ ഞങ്ങൾ മുഅ്ജിസത്തുണ്ടാ ചോദിക്കണമെന്ന് പറയുന്നതിൽ എന്താർത്ഥം? ഞങ്ങൾ മുഅ്ജിസത്തുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ന് പറയുന്നതിൽ എന്തർത്ഥം? ഇങ്ങനെ എന്റെ 10 അവസരങ്ങളിൽ 9 ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. ഈ ചോദ്യങ്ങളിൽ 3 ചോദ്യങ്ങൾ ഞങ്ങളുടെ വാദം സ്ഥിരപ്പെടുത്താനും ബാക്കി 6 നിങ്ങളെ ഖണ്ഡിക്കാനുമായിരുന്നു. 10 ചാൻസ് കിട്ടിയിട്ട് സാധു എന്തെങ്കിലും ഒന്ന് ഞങ്ങളെ വാദത്തെ ഉദ്ധരിച്ചുകൊണ്ട് ചോദിക്കാൻ കഴിഞ്ഞോ മൗലവി? ഒന്നും കഴിഞ്ഞില്ല. ഞങ്ങൾ എത്ര തെളിവ് പറഞ്ഞു, എത്ര തെളിവ് ഞങ്ങൾ പറഞ്ഞു. കെ മൗലവി പറഞ്ഞപ്പോൾ നിങ്ങൾ വിട്ടുവല്ലേ? ആരെ കെ മൗലവി? നിങ്ങൾക്കറിയോ ആരെ കെ മൗലവി? കെ മൗലവിയെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. കെ മൗലവിയുടെ അൽ വിലായത്ത് വൽ കറാമ ഞങ്ങൾ തെളിവ് തിരിച്ചു. മിണ്ടിയോ നിങ്ങൾ? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം സഹായം തേടിയപ്പോ ആ കൊണ്ടുവന്നു കൊടുത്തതാരാ? ആസിബിന് ബർഖിയാണെന്ന് പറയുന്നത് ഞങ്ങളല്ല, കെ എം മൗലവിയുടെ അൽ വിലായത്ത് വൽ കറാമയാണ്. ആരാ കെ എം മൗലവി? ഞാൻ വായിക്കാം. അദ്ദേഹത്തിന്റെ ഓരോ നിലപാടിനെ കുറിച്ചും പറയുന്നു. അദ്ദേഹത്തിന്റെ നിലപാടുകൾ തിരുത്തേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം സുസമ്മതനായ നേതാവായിരുന്നു. പൂർവ്വകാല വഹാബികൾക്ക് സുസമ്മതനായ കെ എം മൗലവി ഇപ്പോഴത്തെ ആധുനിക വഹാബികൾക്ക് കെ എം മൗലവിയെ തള്ളേണ്ടി വന്നിരിക്കുന്നു. കെ എം മൗലവി മാത്രമല്ല, ഇത് പ്രസിദ്ധീകരിച്ചതാരാ? ജംഇയ്യത്തുൽ ഉലമ. ആധുനിക വഹാബികൾക്ക് പുരാതന പഴയകാല ജംഇയ്യത്തുൽ ഉലമയെ തള്ളേണ്ടി വന്നിരിക്കുന്നു. കഴിഞ്ഞിട്ടില്ല. കെ പി മൗലവിയെ തള്ളേണ്ടി വന്നിരിക്കുന്നു. കഴിഞ്ഞിട്ടില്ല. കുഞ്ഞീദ് മദനിയെ തള്ളേണ്ടി വന്നിരിക്കുന്നു. അപ്പൊ അവസാനത്തൊരു ചോദ്യം എന്താ? പൊന്മയുടെ വാദം. അതിന് ഞങ്ങളെ ഓരോട്ട് സംഭവം നടത്തിക്കോളാം കേട്ടോ. ഇനി ആ വിഷയത്തിൽ നിങ്ങൾക്ക് സമ്മതം വേണോ? അത് വേണോ? ഇനി ആ വിഷയത്തിൽ നിങ്ങളുമായിട്ട് സമ്മതം വേണോ? ഇത് കഴിയട്ടെ, ഇരിക്കാം, അതിൽ ഞങ്ങൾ റെഡിയാണ്. ഞങ്ങളെ ദുനിയാവിലെ ഏത് വിഷയം വെച്ചുകൊണ്ട് സംവാദം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഇവിടെ ആവളയിലൊരു വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ആവളയിൽ അതൊരു ഓർമ്മ വേണം. അത് നിങ്ങൾക്ക് വേണം. ആവളയല്ല,
ഇത് ആവളെ ഇപ്പൊ വളർന്നിരിക്കുക പോയി കഥ. ഇന്ന് അവിടെ ഒരു വാദം എഴുതിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് മിണ്ടാൻ കഴിഞ്ഞില്ല. ഞങ്ങളെ വാദം ഞങ്ങൾ ഒന്നുകൂടി വായിക്കുന്നു. എന്താ ഞങ്ങളെ വാദം? ഞങ്ങൾ ഒന്നുകൂടി വായിക്കാം. അദൃശ്യവും അബൗദ്ധികവുമായ മാർഗത്തിൽ മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നതും അവരോട് സഹായം ചോദിക്കുന്നതും തൗഹീദിനെതിരല്ല. അതിന് തെളിവാണോ? ഒന്ന് പിടിച്ചോ, ഇസ്തസ്കിലുമ്മത്തിക്കയാ റസൂലല്ലാഹ്. മിണ്ടിയില്ല, ഞങ്ങൾ മിണ്ടിയില്ല, തൊട്ടില്ല മൗലവി, തൊട്ടില്ല. രണ്ട് പിടിച്ചോ, യാ അയ്യുഹൽ മലൗ അയ്യുക്കും യഅതീനി ബിഅർശിഹാ ഖബല യഅതൂനി മുസ്ലിമീ, വിശുദ്ധ ഖുർആൻ. തൊട്ടില്ല. അടുത്ത പിടിച്ചോ, ഇദ്ഹബൂ ബികമീസി ഹാദാ. അതാരാ പ്രതീക്ഷിച്ചത്? മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. അല്ലേ, നബിയല്ലേ? നിങ്ങൾ ചോദിച്ചല്ലേ നബിക്ക് തേടിയിട്ടുണ്ടോ, നബി പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചല്ലോ നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെ കണ്ണിന് കാറ്റ് നഷ്ടപ്പെടുമ്പോ അനീഫമോരുടെ കുപ്പായെന്ന് കൊടുത്തേക്കോ. ഇത് ഒന്ന് കാണാൻ ഞങ്ങൾ ആയത്തിന് മിണ്ടിയില്ല. അടുത്തത് ഞങ്ങൾ പറഞ്ഞുവിടെ സഹീഹുൽ ബുഖാരി എന്ന് സഹീഹ് മുസ്ലിം ഞങ്ങൾ ചോദിച്ചു, അതാ അനീഫമോട് വേർക്കുന്നു, വേക്കിന് നാസർസലിന് വേർക്കുന്നു. ഒന്ന് തോണ്ടി കുപ്പിയിലാക്കി ഒന്ന് കഴിക്കുങ്ങളെ. മിണ്ടിയില്ല. അടുത്ത ഞങ്ങൾ ചോദിച്ചു, ആദിഹി ജുബ്ബത്തു റസൂലില്ല. ഞങ്ങൾ ചോദിച്ചില്ലേ അബ്ദുൽ ഖാദർ മോനെ കുപ്പായോ, ഒന്ന് മുക്കോ, ഒന്ന് കുടിക്കോ. മിണ്ടിയില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞു നബിയോട്, യാ റസൂലല്ലാഹ് അസ്അലുക, പുണ്യ നബിയേ അങ്ങയോട് ഞാൻ ചോദിക്കുന്നു, അൻതജ്അലനി, എന്നെ ആക്കാ മിൻ ഒരു ഹദീസ് കണ്ടിട്ടില്ല സാധുക്കളെ. മിണ്ടിയില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞു, എവിടെയാണ് ഐന അബീ? മുത്തുനബിയോടാ ചോദ്യം, എന്റെ ഉപ്പ എവിടെയാണ്? എന്റെ കാണല ഇപ്പഴാ മറുപടി. റസൂലുള്ള മറഞ്ഞ മാർഗത്തിലുള്ള പറഞ്ഞു കൊടുത്തു. മിണ്ടിയില്ല. അബൂക്ക് പിന്നാർ പറഞ്ഞു, ഞങ്ങളിവിടെ മിണ്ടിയില്ല. മൻ അബി, എന്റെ ഉപ്പ ആരാണ്? അടുത്ത തെളിവ്. മിണ്ടിയില്ല. ഞങ്ങളുടെ തെളിവുകൾ ഹദീസുകൾ ഒരാൾക്കും നാളെ ഈ ശബ്ദം ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഏത് മുജാഹിദും ചിന്തിച്ചോ, ഏത് അറിയാതെപ്പെട്ടു പോയ പാവപ്പെട്ട മുജാഹിദ് ചിന്തിച്ചോ, എത്ര ആയത്ത് ഞങ്ങളോട് ഇവിടെ, എത്ര ഹദീസ് ഞങ്ങളോട് ഓതി, മിണ്ടാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ നേതാക്കന്മാരുടെ പുസ്തകം ഞങ്ങൾ ഉദ്ധരിച്ചു. ഇതാ കണ്ടോ, ഇതേതാ പുസ്തകം? അടിത്തറയാണ് പൊഴിഞ്ഞത്. ഇതേതാ പുസ്തകം? നിങ്ങളെ കുഞ്ഞേതുവതിന്റെ പുസ്തകം ഞങ്ങൾ ഉദ്ധരിച്ചു. മിണ്ടാൻ കഴിഞ്ഞോ? അപ്പ പറഞ്ഞു മുഅ്ജിസത്ത് കൊണ്ട് സഹായം തേടാ. മുഅ്ജിസത്ത് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ വായിച്ചു. എവിടെ മുഅ്ജിസത്ത്? ഞങ്ങൾ വായിച്ചു. എവിടെ? അതായിരിക്കുന്നു വിശ്വാസം. ഇത് ഞങ്ങൾ വായിച്ചു. മുഅ്ജിസത്ത് പറഞ്ഞാൽ മിണ്ടാൻ കഴിഞ്ഞ ഞങ്ങളെ തെളിവുകൾ ഞങ്ങൾ ഓരോന്ന് അക്കമിട്ട് പറഞ്ഞ് കഴിയില്ല, ഖിയാമത്ത് കഴിയില്ല. സുഹൃത്തുക്കളെ, ഇനി നിസ്കാരത്തിനും ഭക്ഷണത്തിനും വേണ്ടി അരമണിക്കൂർ പിരിയുകയാണ്. ആദ്യമായി വിഭാഗത്തിലുള്ള ആളുകളാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ മുജാഹിദ് വശത്തുള്ള ആളുകൾ അവിടെ നിൽക്കണം. എല്ലാവരും കൂടി ഒരുമിച്ച് പോകരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം സുന്നി വശത്തുള്ള പോകണം. അല്ലല്ല, നമ്മൾ ഭക്ഷണത്തിന് പിരിയുകയാണ്. ഇൻഷാ അല്ലാഹ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വേഗം തിരിച്ചു വരണം എല്ലാവരും. നമ്മുടെ ആവശ്യം കഴിയുന്നത് നേരത്തെ നമുക്ക് പിരിച്ചുവിടാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഹലോ, മുജാഹിദ് വശത്തിനുള്ള ഭക്ഷണത്തിന്റെ ഫാറൂഖിന്റെ വീട്ടിലാണ്. പെട്ടെന്ന് പോയി വേഗം തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ശേഷം സുന്നി വശത്തുള്ള ആളുകൾ പോയതിന് ശേഷമേ പോകാൻ പാടുള്ളൂ. ഇൻഷാ അല്ലാഹ്.